Hello everyone, welcome to ICA Engineering Academy classes. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ എക്സാമിലെ മെക്കാനിക്കൽ ടോപ്പിക്സ് ആണ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് മെഷീൻ ടൂൾ ആയിരുന്നു. സിലബസ് പറഞ്ഞു അതിലെ മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. മെഷീൻ ടൂളിലെ ലെയ്ത്ത് ഓപ്പറേഷൻസ്, ലെയ്ത്ത് മെഷീൻസ്, അതിൻ്റെ പാർട്സ്, കമ്പോണൻസ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് മീൻസ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുകളുള്ളവരോട് ചാറ്റ് സെഷനിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ സ്റ്റുഡൻസ് ചോദിച്ചിരുന്ന വേറെ കാര്യമാണ് ഓൺലൈൻ എക്സാമിനെ കുറിച്ചും അതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസും ഉണ്ടാകൂല എന്നുള്ളത്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്, എക്സാമും ഉണ്ടാകും, അതുപോലെ തന്നെ അത് നമ്മളെ ആപ്പിൽ ഓൺലൈൻ എക്സാമും വരും. അതുപോലെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെഷീൻ ടൂളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ലെയ്ത്താണ് പറഞ്ഞത്. ഇനി വരുന്നത് ഷേപ്പിംഗ് മെഷീന്, പ്ലാനിങ്, സ്ലോട്ടർ, മില്ലിംഗ്, ഡ്രില്ലിംഗ് മെഷീൻസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പറഞ്ഞ ശേഷം നമ്മൾ മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, മോർ ദാൻ 200 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഡിസ്കഷൻസിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിൽ ലെയ്ത്ത് പറഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പർ എന്ന് പറയും, ഓർ ഷേപ്പിംഗ് മെഷീൻ. ഷേപ്പർ ഓർ ഷേപ്പിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലെയ്ത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഷേപ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഷേപ്പർ എന്ന് പറയുന്നത് ഇതൊരു മെഷീൻ ടൂളാണ്. നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ടൂളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എന്താണ് ഇതിൻ്റെ കമ്പോണൻസ്, നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. സോ ഇനീഷ്യലി നമുക്ക് ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പ്രൈമർലി ഏറ്റവും ബേസിക് ആയിട്ട് ഷേപ്പർ യൂസ് ചെയ്യുന്നത്, ഷേപ്പിംഗ് മെഷീൻ നമ്മൾ പറയുന്നതാണ് ഷേപ്പർ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഷേപ്പർ യൂസ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസസ്. സോ നമ്മൾ വേറെ മെഷീൻസുകളും ഫ്ലാറ്റ് സർഫസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ലെയ്ത്ത് മെഷീനിൽ വരെ നിങ്ങൾക്ക് എന്ത് പറയാം, നമ്മൾ ഫേസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്ലാനിങ് ഇത് യൂസ് ചെയ്യാൻ പറ്റും, മില്ലിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് ഫേസുകൾ ഫ്ലാറ്റ് സർഫസുകൾ യൂസ് ചെയ്യാം. ബട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ദ ഫോളോയിങ് വിച്ച് മെഷീൻ ടൂൾ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ ഫ്ലാറ്റ് സർഫസസ്, ബേസിക്കലി യൂസ്ഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് ആൻസർ ചെയ്യേണ്ടത്, ഷേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ്, ഷേപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷനിൽ ഷേപ്പറിൻ്റെ കൂടെ പ്ലാനർ എന്തായാലും ഉണ്ടാകില്ല. കാരണം പ്ലാനർ നമ്മൾ ഫ്ലാറ്റ് സർഫസ് യൂസ് ചെയ്യാൻ തന്നെയാണ്. എന്താ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക, ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫ്ലാറ്റ് സർഫസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, ലെയ്ത്ത് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ. ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഷേപ്പിംഗ് മെഷീനാണ്. ലെയ്ത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ലെയ്ത്ത് വെച്ചിട്ടും അതുപോലെ മില്ലിംഗ് മെഷീൻ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ്, ഷേപ്പർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഷേപ്പിംഗ് മെഷീനാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഷേപ്പിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ടൈപ്പിലുള്ള ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ വെർട്ടിക്കൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാം, ആൻഡ് നിങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് സർഫസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് വെച്ചിട്ട്? ഒരു ഷേപ്പിംഗ് മെഷീൻ വെച്ചിട്ട്. ഇപ്പം ഞാനൊരു ഫിഗർ എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതാ, ഓക്കെ.
അപ്പോൾ ഞാനതൊരു ഇപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യം തരുന്ന സമയത്ത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് പീസ് ആയിരുന്നു, വെറുതെ ഒരു മെറ്റൽ ബ്ലോക്കാണ് തന്നത്. എന്നിട്ട് മെറ്റൽ ബ്ലോക്ക് തന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു, ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫസ് വേണം, ഇത്ര ആംഗിളിൽ നിങ്ങൾക്ക് ഒരു ഇൻക്ലൈൻഡ് സർഫസ് വേണം, അതിൻ്റെ താഴോട്ടുള്ള ഇവിടുത്തൊന്ന് കുറച്ചിട്ട് എന്ത് വേണം, ഒരു വെർട്ടിക്കൽ സർഫസും വേണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഷേപ്പിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാം, ഇൻക്ലൈൻഡ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ വെർട്ടിക്കൽ സർഫസ്, ഞാൻ ഈ ഓർഡറിൽ വരച്ചതേ ഉള്ളൂ, വെർട്ടിക്കൽ സർഫസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് വെച്ചിട്ട്, നിങ്ങൾക്കൊരു ഷേപ്പിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് ഷേപ്പിംഗ് മെഷീനിൽ വരുന്നത്, അപ്പോൾ നമ്മൾ ലേത്ത് മെഷീനിൽ പറഞ്ഞു എങ്ങനെയായിരുന്നു ലേത്ത് മെഷീൻ്റെ ഏറ്റവും ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ വർക്ക് പീസ് സ്പിൻഡിൽ കണക്ട് ചെയ്യും. സോ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസ്. ഞാൻ ലേത്ത് മെഷീനാണ് പറയുന്നത്, സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് റൊട്ടേറ്റ് ചെയ്യും, നമ്മൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ആ വർക്ക് പീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നു, ടൂൾ ഫെഡ് ചെയ്യുന്നു. ടൂൾ ഫെഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഏത് വെച്ചിട്ട് ചെയ്തിരുന്നത്, ലേത്ത് മെഷീൻ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മളിവിടെ ഷേപ്പിംഗ് മെഷീനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങളെ ടൂളാണ് ഇത് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഫീഡിങ് കൊടുക്കുന്നത് എന്തിലാണ്, വർക്ക് പീസിലാണ് നിങ്ങൾ ഫീഡിങ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ലേത്ത് മെഷീനിൽ എങ്ങനെയായിരുന്നു, ഏതായിരുന്നു റൊട്ടേറ്റ് ചെയ്തിരുന്നത്, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും, ഫീഡ് കൊടുത്തിരുന്നത് എന്തിലായിരുന്നു, ടൂളിലായിരുന്നു. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് ഷേപ്പർ മെഷീനിൽ വരുന്നത് നമ്മളെ വർക്കിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ടൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂൾ റെസിപ്രൊക്കേറ്റിംഗ്. ഓക്കെ, ടൂൾ റെസിപ്രൊക്കേറ്റിംഗ് ബൈ യൂസിങ് റാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ റാം വെച്ചിട്ട് എന്ത് ചെയ്യും, ടൂള് റെസിപ്രൊക്കേറ്റ് ചെയ്യും. എന്താ ടൂള് റെസിപ്രൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, എന്താ റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് ബാക്ക് എന്നുള്ള രീതിയിലുള്ള മോഷനെ നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളെ വർക്ക് പീസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വർക്ക് പീസ് ഇത്രയും ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള ഈ പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് നിങ്ങൾ ഏതെന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഷേപ്പറിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം, പിന്നെ നിങ്ങൾക്ക് ബാക്കി അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് ആ വർക്കിംഗ് ഒന്ന് മൈൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടൂൾ ഇവിടെ വെക്കുന്നു. ഓക്കെ, ടൂൾ ഇതാ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ടൂൾ വെക്കുന്നു. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഓണാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ടൂൾ ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് അതേ പാത്തിൽ തന്നെ വരുന്നു. നിങ്ങൾ വർക്ക് പീസ് കുറച്ച് ഫീഡ് കൊടുക്കുന്നു, ടൂൾ ഫ്രണ്ടിലോട്ട് പോകുന്നു, അതേ പാത്തിൽ ബാക്കിലോട്ട് വരുന്നു. കുറച്ച് ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് വരുന്നു. ടൂൾ ഫീഡ് കൊടുക്കുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് പോകുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതാണ് ഞാൻ ടൂൾ എടുക്കുന്നെങ്കിൽ ടൂൾ ഫ്രണ്ട് ബാക്ക് എന്ന രീതിയിലുള്ള മോഷനെ നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, റാമാണ്. ഓക്കെ, സോ റാം എന്ത് കൊടുക്കും, റാം ടൂളിന് റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ടൂൾ റെസിപ്രൊക്കേറ്റിംഗ് ബൈ യൂസിങ് റാം. നൗ ഈ ടൂൾ റെസിപ്രൊക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നത്, ഈ റാം ടൂളിന് എന്ത് കൊടുക്കുന്നുണ്ട്, കട്ടിംഗ് ടൂൾ മൂവ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ഇൻ സെയിം പാത്ത്. ആ സെയിം പാത്തിൽ തന്നെ ടൂൾ ഫ്രണ്ടിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് വരുന്നു, ബാക്കിലോട്ട് പോകുന്നു. അതുപോലുള്ള മോഷനെ നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി കട്ടിംഗ് ടൂൾ. സീറ്റ് എന്ന് ഉദ്ദേശിച്ച കട്ടിംഗ് ടൂളാണ്. കട്ടിംഗ് ടൂൾ മൂവ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇതിൽ ഈ ഫോർവേഡ് സ്ട്രോക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് മോഷനെ നമ്മൾ എന്ത് പറയുന്നത്, കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ബാക്ക്വേർഡ് സ്ട്രോക്കിന് ബാക്ക്വേർഡ് മൂവ്മെന്റിന് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, കട്ടിംഗ് ആക്ഷൻ നടക്കുന്നുള്ളൂ. ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്, വെറുതെ ബാക്കിലോട്ട് വരുന്നു എന്നുള്ള. ആ സമയത്ത് എന്ത് നടക്കുന്നില്ല, നിങ്ങളെ ഒരു മെറ്റീരിയൽ റിമൂവലും ഒരു മെറ്റീരിയൽ കട്ടിങ്ങും എന്ത് ചെയ്യുന്നില്ല, ആ സമയത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് സ്ട്രോക്കിന് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ടൂൾ ഓക്കെ ആണല്ലോ. നൗ നെക്സ്റ്റ് പോയിന്റ്, വർക്ക് പീസിന്റെ കേസ്. ആക്ച്വലി അറ്റ് എ ടൈമിൽ കട്ടിങ്ങിൽ എന്താണ്, വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളെ വർക്ക് പീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന ഈ സമയത്ത് എന്തായിരിക്കും, വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി കട്ട് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നത്, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. എൻ്റെ ഈ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, തിരിച്ച് ടൂൾ എന്ത് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യുന്നു, തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നു. വർക്ക് പീസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു, ടൂൾ വീണ്ടും ഫോർവേഡ് ബാക്ക്വേർഡ്.
ഇത് കുറച്ചുകൂടെ ഫീഡ് കൊടുക്കുന്നു, ടൂള് ഫോർവേഡ് ബാക്ക്വേഡ്. അപ്പോൾ ഈ ടൂൾ ഒരേ പൊസിഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ബാക്ക്വേഡ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഏതിനാണ് ഫീഡ് കൊടുക്കുന്നത്, വർക്ക് പീസിനാണ് എന്ത് ചെയ്യുന്നത്, ഫീഡ് കൊടുക്കുന്നത്. ഓക്കെ, ബട്ട് അറ്റ് എ ടൈം ഓഫ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസ് എന്താണ്, സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ ഓരോ റെസിപ്രോക്കേഷൻ, ഓരോ സൈക്കിൾ തീരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കും, നിങ്ങളുടെ വർക്ക് പീസിന് ഫീഡ് കൊടുക്കും. എങ്ങോട്ട്, ഇൻ ക്രോസ് ഡയറക്ഷൻ. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷേപ്പിംഗ് മെഷീനിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വർക്ക് പീസ് എന്താണ്, സ്റ്റേഷനറി ഡ്യൂറിങ് ദി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, ഡ്യൂറിങ് ദി കട്ടിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് ദി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്ക് പീസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അതുപോലെ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്, ഡ്യൂറിങ് ദി ഇൻ ബിറ്റ്വീൻ ദ സൈക്കിൾസ്. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഫ്രണ്ട് ബാക്ക്, അപ്പോൾ ഓരോ സൈക്കിളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫീഡ് കൊടുക്കും. എങ്ങോട്ട്, ഫീഡ് ഈസ് ഗിവൺ ടു ദി, എങ്ങനെ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫീഡ് ഈസ് ഗിവൺ ടു ദി വർക്ക് പീസ് ഡ്യൂറിങ് cycles, during reciprocating cycles, during reciprocating cycles. Reciprocating cyclesന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് എന്തിനു കൊടുക്കും, വർക്ക് പീസിന് കൊടുക്കും നമ്മൾ. ഓക്കെ, ഏത് ഡയറക്ഷനിൽ, ഫീഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്, ക്രോസ് ഡയറക്ഷൻ. ക്രോസ് ഡയറക്ഷൻ ഓർ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ടു റെസിപ്രോക്കേറ്റിംഗ് ഡയറക്ഷൻ. റെസിപ്രോക്കേറ്റിംഗ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്. Feed is given in cross direction or perpendicular to reciprocating direction. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുന്നു. ഇതാണ് ടൂൾ എന്നുണ്ടെങ്കിൽ ടൂൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ടൂൾ ഇങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് പീസിന് ഫീഡ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫീഡ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏറ്റവും ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഷേപ്പർ കൊണ്ട് നമ്മൾ ചെയ്യുന്ന സംഭവം ഇതാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഹോറിസോണ്ടൽ, നമ്മൾ ഹോറിസോണ്ടലാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടൂൾ ഇങ്ങനെ വെക്കും. വെർട്ടിക്കലാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂളിനെ ടേൺ ചെയ്യും. അതുപോലെ ഇൻക്ലൈൻഡാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂളിനെ ടേൺ ചെയ്യും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടൂൾ പോസ്റ്റൊക്കെ പാർട്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒരു ഷേപ്പറിന്റെ ബേസിക് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമുക്കതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വർക്കിംഗ് എങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ചെയ്ത് അതല്ലെങ്കിൽ ഒരു ഗേറ്റ് ലെവൽ മെക്കാനിക്കൽ എക്സാം ചെയ്തതല്ല നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ഗ്രേഡ് 3 എക്സാം ആണ്. ഈവൻ ഗ്രേഡ് 1 ഉം 2 ആണെങ്കിൽ പോലും മെക്കാനിക്കൽ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, ഷേപ്പിംഗ് ഓപ്പറേഷൻ ആണ് ബേസിക്കലായിട്ട് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓഫ് ദ ഫോളോയിങ് ഇൻ വിച്ച് ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷനിലാണ് ടൂള് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഡ്രില്ലിങ്, മില്ലിങ്, ലെയ്ത്ത്, ഷേപ്പർ മെഷീൻ. ഓക്കെ, ഇതിൽ ഷേപ്പർ മെഷീനിൽ മാത്രമല്ല, ഷേപ്പിംഗ് ഓപ്പറേഷനിൽ മാത്രമേ എന്തുള്ളൂ ടൂള് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഡ്രില്ലിങ് അറിയാം നിങ്ങൾക്ക്, ടൂള് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെയ്ത്തിൽ നമ്മൾ പറഞ്ഞു ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് ജസ്റ്റ് ക്രോസ് ആൻഡ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദെൻ നിങ്ങളോട് ചോദിക്കുന്നു, ഫോർവേഡ് സ്ട്രോക്കിൽ മെറ്റീരിയൽ റിമൂവലും ബാക്ക്വേർഡ് സ്ട്രോക്കിൽ, ഫോർവേഡ് സ്ട്രോക്കിൽ മെറ്റീരിയൽ റിമൂവലും ബാക്ക്വേർഡ് സ്ട്രോക്കിൽ ഐഡിയൽ അല്ല ഇഡിൽ സ്ട്രോക്കുമായിട്ടുള്ള പ്രോസസ്സ് ഏതാണെന്നുള്ളത്, ഷേപ്പിംഗ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി അതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇൻ എ ഷേപ്പിംഗ് ഓപ്പറേഷൻ ദ മെറ്റീരിയൽ ഈസ് റിമൂവിങ് ഡ്യൂറിങ് ഡാഷ് സ്ട്രോക്ക്. ഓക്കെ, ഫോർവേഡ്, ബാക്ക്വേർഡ്, ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, നൺ ഓഫ് ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്നുണ്ട്. 4 ഓപ്ഷൻസ് ആയിരുന്നു. എന്താണ് ആൻസർ? ഒരു ഷേപ്പിംഗ് മെഷീനിൽ ഏത് സമയത്താണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്, ഏത് സമയത്ത് കട്ടിംഗ് ആക്ഷൻ ഒക്കർ ചെയ്യുന്നത്, ഫോർവേഡ് സ്ട്രോക്കിന്റെ സമയത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഡ്യൂറിങ് ദി ഷേപ്പിംഗ് ഓപ്പറേഷൻ ഫീഡ് ഈസ് ഗിവൺ ബൈ വർക്ക് പീസ്, ടൂള്, ബോത്ത് വർക്ക് പീസ് ആൻഡ് ടൂള്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ഏതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ വർക്ക് പീസ്. ഷേപ്പിംഗ് ഓപ്പറേഷനിൽ നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഏതാണ്, വർക്ക് പീസ് യൂസ് ചെയ്തിട്ടാണ്. ബട്ട് ലെയ്ത്ത് ഓപ്പറേഷനിൽ ഏതായിരുന്നു, ടൂൾ ഉപയോഗിച്ചിട്ടായിരുന്നു നിങ്ങൾ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ബട്ട് നമ്മളെ ഷേപ്പിംഗ് ഓപ്പറേഷനിൽ നമ്മൾ പറയും ഏത് വെച്ചിട്ടാണ് ടൂള്, വർക്ക് പീസാണ് ഏത് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്, വർക്ക് പീസ്. എന്തായിരുന്നു ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കട്ടിങ്ങിലും മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ്, ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഏതാണ്, വർക്ക് പീസ്. ടൂൾ വെച്ച് നമ്മൾ എന്താണ് ആക്ച്വലി കൊടുക്കുന്നത്, ടൂൾ വെച്ച് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് ഡെപ്ത് ഓഫ് കട്ടാണ്. പറയും കുറച്ചുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവിടെ നമ്മൾ ടൂൾ വെച്ചിട്ട് ആക്ച്വലി ചെയ്യുന്നത് ഡെപ്ത് ഓഫ് കട്ടാണ്.
വർക്ക് പീസ് വെച്ചിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഫീഡാണ് കൊടുക്കുന്നത്. രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കട്ടിങ്ങിന് അനലൈസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് ആണ് ഡെപ്ത് ഓഫ് കട്ടും ഫീഡും. അപ്പോൾ വർക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്, അതുപോലെ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നോട്ട് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് സംഭവം ഇതിൻ്റെ കൂടെ നോട്ട് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ നോട്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ അടുത്തതിൽ നിന്ന് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, വർക്ക് പീസ് ടൂളിനെ റിലേറ്റീവ് ആയിട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഒരു ഷേപ്പിംഗ് മെഷീനിൽ? ക്രോസ് ആയിട്ട്, വെർട്ടിക്കലായിട്ട്, പാരലലായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്? ക്രോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ഡയറക്ഷനിലാണ് ഏത് മൂവ് ചെയ്യുന്നത്? വർക്ക് പീസ് മൂവ് ചെയ്യുന്നത്. വർക്ക് പീസ് മൂവിങ് ഇൻ ക്രോസ് ഡയറക്ഷൻ. ഓക്കെ, ഏതിന് ക്രോസ് ഡയറക്ഷൻ ആയിട്ട്? നമ്മളെ റാം അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷന് ക്രോസ് ഡയറക്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? വർക്ക് പീസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ചെറിയൊരു ഇത്രയും പറഞ്ഞൊരു പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 5 or 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തത് ഒരു ഷേപ്പിംഗ് മെഷീൻ്റെ കമ്പോണൻസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് ലാസ്റ്റ് ലെയ്ത്തിൽ ചെയ്ത പോലെ തന്നെ ഓരോ കമ്പോണൻസ് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഷേപ്പിംഗ് മെഷീൻ. ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയാം ഷേപ്പിംഗ് മെഷീൻ്റെ. അപ്പോൾ നമ്മൾ ഓരോ പാർട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പാർട്സ് പറയാം, എങ്ങനെയാണ് ഓരോന്നും യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കേസ്. ഞാൻ എന്ത് ചെയ്യാം? നമ്മൾ പറയുന്ന ഓരോ ഓർഡറിൽ തന്നെ ആദ്യം അങ്ങ് പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നതാണ് ബേസ്. ഓക്കെ, നമ്മൾ ലെയ്ത്തിൽ ബെഡ് യൂസ് ചെയ്തതിന് പകരം അവിടെ ബേസ് വരും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒന്നാണ് കോളം. ഓക്കെ, കോളം വരുന്നുണ്ട്. അതുപോലെ കോളം കഴിഞ്ഞിട്ട് വരുന്നതാണ് റാം. ഓക്കെ, പിന്നെ ഇതൊക്കെ ഓരോന്നും നമ്മളെ ഓരോ പാർട്സിലും വരുന്ന ചെറിയ ചെറിയ പാർട്സിലൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ റാം അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് ആൻഡ് ഹിയർ റാം ക്ലാമ്പിംഗ് ഹാൻഡിൽ. റാം ക്ലാമ്പ് ചെയ്യാൻ, അൺക്ലാമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാൻഡിൽ റാം അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട്. ദെൻ ടൂൾ ഹെഡ്. ടൂൾ ഹെഡ് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ കംപ്ലീറ്റ് ഭാഗം, ടൂളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ്, ടൂളുമായിട്ട് റിലേറ്റ് വരുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ് ആണ് നമ്മൾ ഏത് പറയുന്നത്? ടൂൾ ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ വരുന്ന സംഭവം നമുക്ക് എന്ത് പറയാം? ടൂൾ ഹെഡിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ആ ടൂൾ ഹെഡിൽ വരുന്ന ഓരോ സംഭവങ്ങൾ, ഇത് വേർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഹാൻഡ് വീൽ. നമ്മളെ ടൂളിൽ നമുക്ക് വേർട്ടിക്കൽ മൂവ്മെൻറ്റ് ഉണ്ട്, കുറച്ച് നമ്മൾ ലേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാൻഡ് വീലാണ്
vertical adjustment hand wheel. Then there is one thing, clapper box. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് എന്തിനാണ് ക്ലേപ്പർ ബോക്സ് എന്നുള്ളത്. അപ്പോൾ അത് എന്തിനുണ്ട്, ടൂൾ ഹെഡിൽ ക്ലേപ്പർ ബോക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ദെൻ ടൂൾ സ്ലൈഡ്, ടൂൾ ഹെഡിൽ വരുന്ന വേറൊരു കമ്പോണൻ്റ് ആണ് ടൂൾ സ്ലൈഡ്. ടൂൾ സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൂളിനെ വെർട്ടിക്കലായിട്ടും ഇൻക്ലൈൻഡ് ആയിട്ടും സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ടൂൾ സ്ലൈഡ് എന്ന് പറയുന്നത്. ദെൻ ടൂൾ പോസ്റ്റ്, നിങ്ങൾക്കറിയാം എന്താണ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ടൂളിനെ റിജിഡായിട്ട് നമുക്ക് ടൂളിനെ അഡ്ജസ്റ്റ് ചെയ്ത് റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നത് ടൂൾ പോസ്റ്റ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, നമ്മൾ പറഞ്ഞു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് നമ്മൾ സാധാരണ നല്ല ലേറ്റ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ദെൻ ദിസ് ഈസ് അവർ വർക്ക് പീസ്, അതിന് നമ്മൾ വർക്ക് എന്ന് പറയും. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് വർക്ക് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വർക്ക് പീസ് കണക്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ റിജിഡായിട്ട് കണക്ട് ചെയ്ത്, നമുക്ക് വൈസ് വേണമെന്നില്ല, വൈസ് ഇല്ലാതെ നേരെ ടേബിളിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം എങ്ങനെ. ഓക്കെ, അപ്പോൾ വൈസ് എന്ന് പറഞ്ഞാൽ ജിഗ്സ് ഫിക്ചേഴ്സ് ഒക്കെ പോലെ തന്നെ വൈസ് എന്ന് പറഞ്ഞാൽ ടൂളിനെ വർക്ക് പീസിനെ റിജിഡായിട്ട് വെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈസ് ഉണ്ട്, ആ വൈസ് നമ്മൾ എന്തിൽ വെച്ചിട്ടുണ്ട്, ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷേപ്പർ ടേബിൾ വെച്ചിട്ടുണ്ട്. ക്ലിയർ? ആ ടേബിളിനെ നമ്മളിവിടെ ബേസിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, കോളത്തിൻ്റെ ഫ്രണ്ട് വേർട്ടിക്കൽ, ഈ മൊത്തം വരുന്ന സംഭവമാണ് കോളം, അതിൻ്റെ ഫ്രണ്ട് വേർട്ടിക്കൽ ഉണ്ട്, വേർട്ടിക്കൽ ഗൈഡ് വേണ്ട. എന്തിനാണ് വേർട്ടിക്കൽ ഗൈഡ് ഈ ടേബിളിനെ അപ്പ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വേർട്ടിക്കൽ ഗൈഡ് വേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് വേർട്ടിക്കൽ ഗൈഡ് വേൻ്റെ ഫീഡാണ്, ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ വർക്ക് പീസിന്റെ വലുപ്പത്തിനനുസരിച്ച്, വർക്ക് പീസ് ചിലപ്പോൾ നല്ല സൈസ് ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ വർക്ക് പീസിന്റെ സൈസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടേബിളാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഇത് നോക്കുന്നു ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ടൂളിനെയും താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യാം, പക്ഷെ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടൂളിനെ താഴോട്ടും മേലോട്ടും ചെറിയ ഡെപ്ത് ഓഫ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ അഡ്ജസ്റ്റ്മെന്റിന് മാത്രമേ നമ്മൾ ടൂളിനെ മൂവ് ചെയ്യൂ. എങ്ങോട്ട്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഒരു 10 സെന്റിമീറ്റർ ഒരു വർക്ക് പീസ് വെക്കുന്നു, അടുത്ത വർക്ക് പീസ് നേരത്തെ വർക്ക് പീസിനേക്കാളും 10 സെന്റിമീറ്റർ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലാർജർ അഡ്ജസ്റ്റ്മെന്റ് വേണം. അപ്പോൾ അതുപോലുള്ള ലാർജർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് ഏതിലാണ്, ടേബിളിലാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ഗൈഡേഴ്സും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഇപ്പോൾ ഇതാണ് ആ സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രൂ ഒക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിനെ മുകളിലോട്ടും താഴോട്ടും ചെയ്യാം. ഇനി അടുത്ത് വരുന്നതാണ് ക്രോസ് സ്ലൈഡ്. അപ്പോൾ ക്രോസ് സ്ലൈഡ് പറഞ്ഞാൽ 2 ക്രോസ് സ്ക്രൂകളാണ്, ഇങ്ങനെയുള്ള സ്ക്രൂ ആണ് വരുന്നത്. 2 അതല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡ് ചെയ്യും, ക്രോസ് ആയിട്ടുള്ള സ്ക്രൂ ആണ് വരുന്നത്. ഇതാ ഇതുപോലെ വരുന്ന സ്ക്രൂ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ടേബിളിനെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നത്, നമ്മൾ വർക്ക് പീസിലാണ് ഫീഡ് കൊടുക്കുന്നത് പറഞ്ഞു. ആ ഫീഡ് എങ്ങനെ നമ്മൾ കൊടുക്കുന്നത്, ഇതിനെ ക്രോസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു കട്ട് നടക്കുന്നു, അടുത്ത് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്യും, അടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്യും, അടുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്യും. ആ രീതിയിൽ നമുക്ക് അത് ഒരു കട്ടിലല്ലെങ്കിൽ 2 കട്ട് ഉണ്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. എനിവേ, അതുപോലെ നമ്മളെ വർക്ക് പീസിനെ ക്രോസ് ആയിട്ട്, ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ, ഈ ബോർഡിന്റെ ഔട്ട്വേർഡ് ഇൻവേർഡ് ഈ ഡയറക്ഷനിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, പാർട്സുകൾ കംപ്ലീറ്റ് വരുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, ഓരോ പാർട്സ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം, അന്ന് ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമുക്കിതാ ഈ കമ്പോണന്റ് എടുക്കാം ആദ്യം. സോ ഈ കമ്പോണന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് വൺ ബേസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ലേറ്റ് മെഷീനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ എന്തിനു വരുന്നത്, ബേസിന് വരുന്നത്. എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു സപ്പോർട്ട് all the components in the shaping machine. Okay, in the shaping machine. നമ്മുടെ ഷേപ്പിംഗ് മെഷീനിലുള്ള എല്ലാ കമ്പോണൻസിനും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബേസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് നമ്മളിങ്ങനെയും പറയാറുണ്ട്, എല്ലാ കമ്പോണൻറ്റെയും സപ്പോർട്ട് ചെയ്യാനുള്ളതിന് പകരം നമ്മളിങ്ങനെയും പറയാറുണ്ട് ടു എന്ന് പറയാൻ പറ്റും നമുക്ക് എല്ലാ കമ്പോണൻറ്റെയും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു വർക്ക് ചെയ്യാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും സംഭവത്തിൻ്റെ വെയിറ്റ് നമ്മൾ ഡെഡ് വെയിറ്റ് എന്ന് പറയും. ആ ഡെഡ് വെയിറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെസ്, ഡെഡ് വെയിറ്റ് താഴോട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ബേസ് ഇതാണ്, ഇവിടേക്ക് ഇതൊക്കെ വെയിറ്റ് ഉള്ള സംഭവമാണ്, ഇതിൻ്റെയൊക്കെ ഡെഡ് വെയിറ്റ് അങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും, ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇപ്പോൾ ഈ ബേസിൽ എന്ത് വരുന്നുണ്ട്, ഒരു കംപ്രസീവ് സ്ട്രെസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കംപ്രസീവ് സ്ട്രെസ്സിനെ, ആ ഹൈ കംപ്രസീവ് സ്ട്രെസ്സിന് ടേക്ക് ചെയ്യുന്ന ആരാണ്, ബേസ് ആണ്. ടു ടേക്സ് അപ്പ്, ഇങ്ങനെയും പറയാം, ടു ടേക്സ് അപ്പ് ഹൈ compressive stress during dead load, അല്ലെങ്കിൽ ഡെഡ് കണ്ടീഷൻ, ഡെഡ് ലോഡ് എന്ന് പറയും. ഓക്കെ, അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബേസിന്റെ അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ. ഇതിന്റെ ഡൈനാമിക് കണ്ടീഷനിൽ, എന്താണ് ഡൈനാമിക് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ,
ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നത് ഡൈനാമിക് കണ്ടീഷൻ. സോ നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? പൊതുവെ നമ്മൾ ലെയ്ത്തിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷേപ്പർ മെഷീനിൽ വൈബ്രേഷൻ കൂടുതലായിരിക്കും. കാരണം എന്താ? റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ്റെ സമയത്ത് എന്തായിരിക്കും? വൈബ്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ വൈബ്രേഷൻ എന്ത് ചെയ്യാൻ പറ്റണം? ആ വൈബ്രേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത് അതിന് കൂടെ എന്താണ് ബേസ് പറയും ഡൈനാമിക് ലോഡിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടു റെസിസ്റ്റ് വൈബ്രേഷൻ, ടു റെസിസ്റ്റ് വൈബ്രേഷൻ ഡ്യൂറിങ് ഡൈനാമിക് ലോഡിങ്. ടു റെസിസ്റ്റ് വൈബ്രേഷൻ ഡ്യൂറിങ് ഡൈനാമിക് ലോഡിങ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റയോണിൻ്റെ കാസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, റിജിഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ലെയ്ത്തിൻ്റെ ബെഡ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? ലെയ്ത്തിൻ്റെ ബെഡ് ഏതായിരുന്നു ഞാൻ പറയുന്നു? അലോയിഡ് കാസ്റ്റയോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി യൂസ് ചെയ്യുന്നത് ഗ്രേ കാസ്റ്റയോണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ബേസിൻ്റെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ തന്നെ ഈ സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള വൈബ്രേഷൻ എന്ത് ചെയ്യുക? അതിനെ റെസിസ്റ്റ് ചെയ്യുക. ഇതാണ് എന്തിൻ്റെ ജോബ് എന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് കമ്പോണൻ്റ് ആണ് കോളം. ഏതുപോലെ? അവിടെ കോളമാണ് നമ്മളെ സെക്കൻഡ്. ഏതുപോലെ? ലെയ്ത്തിൽ നമ്മളെ ഹെഡ് സ്റ്റോക്ക് പറഞ്ഞ പോലുള്ള ഒരു ജോബാണ് ആയത് എന്ന് പറയുന്നത് നമ്മളിവിടെ കോളം എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വൺ കോളം. ഓക്കെ, കോളം, COLUM. സോ എന്താണ് കോളം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഹോളോ ബോക്സ് എന്ന് പറയാൻ പറ്റും. ഹോളോ ബോക്സ് ദാറ്റ് കണ്ടെയ്ൻസ്, ഹോളോ ബോക്സ് ദാറ്റ് കണ്ടെയ്ൻസ് മോട്ടോർ. നമ്മളെല്ലാ ഡ്രൈവിംഗ് മെക്കാനിസം, മോട്ടോർ, ഗിയർ ബോക്സ് ആൻഡ് റാം ഡ്രൈവിംഗ് മെക്കാനിസം. ഓക്കെ, ഇതിൻ്റെയൊക്കെ അത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ മെഷീൻ, ഒരു ഷേപ്പിംഗ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ലെയ്ത്ത് മെഷീനിൽ സ്പിൻഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഇതിന് കറണ്ട് കൊടുക്കുന്നു. അത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് മൂവ് ചെയ്യണം? റാമിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ലീനിയർ മോഷനാണ്. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ മോഷനാണ്. പക്ഷെ നമ്മളിവിടെ ഉള്ള ഇതിലെ സംഭവം എന്താണ്? മോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. ആ റൊട്ടേഷണൽ മോഷൻ നമുക്ക് എന്താക്കി മാറ്റണം? ലീനിയർ മോഷൻ. അതും ഡയറക്റ്റ് ലീനിയർ മോഷൻ അല്ല നമുക്ക് വേണ്ടത്, ഞാൻ ലേറ്റർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിംഗ് മെഷീന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രൈവിംഗ് മെക്കാനിസം എവിടെയാണ് നമ്മൾ ഹൗസ് ചെയ്തിട്ടുള്ളത്? ഈ കോളം എന്ന് പറയുന്ന ഈ ഒരു ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന എല്ലാ ഡ്രൈവിംഗ് മെക്കാനിസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട നിങ്ങളെ ഇലക്ട്രിക് മോട്ടർ, അത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളെ ഗിയർ മെക്കാനിസം, അത് വെച്ചിട്ട് നിങ്ങൾ ഈ റാമിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള റാമിൻ്റെ മെക്കാനിസം, അത് ഇവിടുന്ന് ഈ റാമിലോട്ട് ഇങ്ങനെ ഒരു മെക്കാനിസം ആയിരിക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ആ പറയുന്ന എല്ലാ മെക്കാനിസവും നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്? നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് കോളത്തിലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹോളോ ബോക്സ് ദാറ്റ് കണ്ടെയ്ൻസ് മോട്ടോർ, ഗിയർ ബോക്സ് ആൻഡ് റാം ഡ്രൈവിംഗ് മെക്കാനിസം. നമുക്ക് എന്ത് ചെയ്യാം? ആൻഡ് ഓൾ അതർ ഡ്രൈവിംഗ് മെക്കാനിസം. എല്ലാ ഡ്രൈവിംഗ് മെക്കാനിസത്തിൻ്റെയും സംഭവം നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കോളത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ എവിടെയാണ് അത് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കോളം മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി ബേസ്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി ബേസ്. ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾക്ക്. ഇതൊക്കെ സിമ്പിളാണ്, പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ഷേപ്പിംഗ് മെഷീൻ്റെ കോളം എവിടെയാണ് നിങ്ങൾ മൗണ്ട് ചെയ്തിട്ടുള്ളത്? എന്നിട്ട് അവർ പറയും റാം, ബേസ്, ടൂൾ പോസ്റ്റ് എക്സെട്ര എന്ന് പറയുന്നത്. ഓക്കെ, റാം മൗണ്ട് ചെയ്തിട്ടുള്ളത് കോളത്തിലാണ്, കോളം മൗണ്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ബേസിലാണ്. എന്ത് ചെയ്തിട്ടുള്ളത്? കോളം മൗണ്ട് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് മൗണ്ടഡ് ഓൺ ദി ബേസ്. മൗണ്ടഡ് ആണ് ഫിറ്റഡ്. എവിടെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ കോളം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോളം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട്. അതായത് ഈ കോളത്തിൽ രണ്ട് ടൈപ്പ് ഗൈഡ് വേസ് ആണ് വരുന്നത്. ഓക്കെ, ഒരു ഗൈഡ് വേസ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ, ആർക്ക് മൂവ് ചെയ്യാൻ? റാമിന് മൂവ് ചെയ്യാൻ. എന്തായിരുന്നു ഗൈഡ് വേസ് എന്ന് പറഞ്ഞാൽ? ഞാൻ ലെയ്ത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാർട്സിൻ്റെ മേലെ വേറെ പാർട്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗൈഡ് വേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റാമിന് എന്ത് ചെയ്യണം? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യണം. ഈ റാമിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? റെസിപ്രോക്കേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഈ കോളത്തിൻ്റെ മേലെ എന്തുണ്ട്? ഈ ഒരു ഭാഗത്തായിട്ടൊരു ഗൈഡ് വേസ് ഉണ്ട്.
ഓക്കെ, അത് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒന്നാണ് വെർട്ടിക്കൽ ഗൈഡേഴ്സ്. എന്തിനാ വെർട്ടിക്കൽ ഗൈഡേഴ്സ്? ഇതാണ് നമ്മളെ ടേബിൾ. അപ്പം ഞാൻ പറഞ്ഞു ഈ വർക്ക് പീസിന്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ടേബിൾ എന്ത് ചെയ്യണം, ടേബിൾ താഴോട്ടും മേലോട്ടും എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടേബിൾ താഴോട്ടും മേലോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റണം, കോളത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ഗൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഒന്നൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. ടു കണക്ട് ദ റാം ഇൻ എ ഷേപ്പിംഗ് മെഷീൻ. ഒരു ഷേപ്പിംഗ് മെഷീനിൽ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഗൈഡേഴ്സ് എവിടെയെന്ന് ചോദിക്കാം. അപ്പോൾ എബോവ് ദി കോളം, ബോട്ടം ഓഫ് ദി കോളം, ഫ്രണ്ട് സൈഡ് ഓഫ് ദി കോളം, ബാക്ക് സൈഡ് ഓഫ് ദി കോളം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട് വെർട്ടിക്കൽ സർഫസ് ഓഫ് ദി കോളം അല്ലെങ്കിൽ ബാക്ക് വെർട്ടിക്കൽ സർഫസ് ഓഫ് ദി കോളം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ നമ്മൾ ആൻസർ വരുന്നത്? റാം റെസിപ്രോക്കേറ്റ് ചെയ്യാൻ എവിടെയാണ്? കോളത്തിന്റെ ടോപ്പ് സർഫസിൽ അല്ലെങ്കിൽ സിംപ്ലി ടോപ്പിലാണ് എന്ത് വരുന്നത്, ഗൈഡേഴ്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഫോർ ദി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി ടേബിൾ in a shaping machine, for the adjustment of the table the guideverse is provided in dash position. എവിടെയാണ് നിങ്ങൾ ഗൈഡേഴ്സ് എന്നുള്ളത് അവർ കൊടുക്കുന്നു? ടോപ്പിൽ, ബോട്ടത്തിൽ, സൈഡിൽ എക്സെട്ര. എവിടെയാണ്? നമ്മൾ പറയും ഫ്രണ്ട് വെർട്ടിക്കൽ സർഫസ് എന്ന് പറയും. സൈഡ് എന്നല്ല നമ്മൾ പറയാറ്. ഫ്രണ്ട് വെർട്ടിക്കൽ സർഫസ് ഓഫ് ദി കോളത്തിൽ കൊടുത്തിട്ടുള്ള ഗൈഡേഴ്സ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ടേബിൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് രണ്ടും കൂടെ എഴുതി വെക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് ഞാൻ പറഞ്ഞത്? എ ഡെവട്ടൈൽ പറയുന്നതാണെന്നുള്ളത് ഗൈഡേഴ്സ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി കോളം, to reciprocate to provide reciprocating motion to reciprocate RAM or to provide the reciprocating motion to RAM. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്? ഒരു ഡെവട്ടൈൽ ഗൈഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഗൈഡേഴ്സ് പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ടൈപ്പ്, ഫ്ലാറ്റ് ടൈപ്പ്, ഡെവട്ടൈൽ ടൈപ്പ്, ഗ്രൂ ടൈപ്പ്, ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഡെവട്ടൈൽ ടൈപ്പ് ഗൈഡേഴ്സ് ആണ് നമ്മൾ എന്തിന് കൊടുത്തിട്ടുള്ളത്? ടോപ്പ് ഓഫ് ദി കോളത്തിന് കൊടുത്തിട്ടുള്ളത് എന്തിന്? ടു റെസിപ്രോക്കേറ്റ് റാം റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു കാണിച്ചത് എന്താണ് ഡെവട്ടൈൽ എന്നുള്ളത്. നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് പഠിച്ചാൽ മതി. ഡെവട്ടൈൽ ഗൈഡേഴ്സ് ആണ്. എന്താ ഇതുപോലുള്ള ഗൈഡേഴ്സിന് നമ്മൾ എന്ത് പറയുന്നത്? ഡെവട്ടൈൽ ഗൈഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മേലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ റാം ഇതാ ഇങ്ങനെ ഒരു ക്ലാമ്പിങ് കൊടുത്തിട്ട് നിങ്ങളെ റാം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഈ ഒരു ഗൈഡേഴ്സിൽ നിന്നിട്ട് നമ്മൾ എന്തിനാ ഡെവട്ടൈൽ ഗൈഡേഴ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫോഴ്സ് ആയിരിക്കും. എന്ത് ചെയ്യാൻ പാടില്ല? റാം ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ വി യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? ഡെവട്ടൈൽ ഗൈഡേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത ഏതാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെർട്ടിക്കൽ ഗൈഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഫ്രണ്ട് ഫേസ് ഓഫ് ദി കോളം. എന്തിന്? ടു പ്രൊവൈഡ് ദ മൂവ്മെന്റ് ഓഫ് ദി ടേബിൾ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ ഇരുന്ന് അടുത്ത പോയിന്റ് ആണ്. ഇതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. A vertical guideway is provided on the front side. അറിയാലോ, ഫ്രണ്ട് സൈഡ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ് കോളത്തിൻ്റെ കോളം. നല്ലൊരു ബോക്സ് പോലെ ആയിരിക്കും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. A vertical guideway is provided on the front side to provide to make the table to move in vertical, to move up and down. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? രണ്ട് ഗൈഡ് വേ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗൈഡ് വേ എവിടെയാണ്? നമ്മളെ റാമിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ സെക്കൻഡ് ഗൈഡ് വേ എവിടെയാണ്? ഒരു വെർട്ടിക്കൽ ഗൈഡ് വേ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? ഓൺ ദി ഫ്രണ്ട് സൈഡ് ഓഫ് ദി കോളം ടു മേക്ക് ദ ടേബിൾ ടു മൂവ്. ഈ ടേബിളിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോളത്തിൻ്റെത്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻ എ ഷേപ്പിംഗ് മെഷീൻ all the driving mechanism is enclosed in dash base കോളം ചുമ്മാ ഹെഡ് സ്റ്റോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് കേൾക്കുന്ന സമയത്ത് പറയും ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഹെഡ് സ്റ്റോക്ക് പറഞ്ഞാൽ നമുക്ക് ലെയ്ത്തിലാണെന്ന് അറിയാം, കോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്പിംഗ് മെഷീനിലാണെന്ന് അറിയാം, ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന സംഭവം. പക്ഷെ നമ്മൾ മെഷീൻ ടൂൾ ഒരു 5-6 മെഷീൻ ടൂൾ ചോദിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ ആ ഒരു കൺഫ്യൂഷനിങ് നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ കോളം കണ്ടാലും ഹെഡ് സ്റ്റോക്ക് കണ്ടാലും അത് ലെയ്ത്തിലുള്ളതാണോ മില്ലിംഗ് മെഷീനിലുള്ളതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇത് മാത്രം ഓപ്ഷനിലിട്ട് ചോദിക്കുമ്പോൾ കുറേ പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ മെഷീൻ റൂള് മൊത്തത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഇട്ടാൽ എന്തായിരിക്കും, ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും, സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, നിങ്ങളെ ഒരു ഷേപ്പിംഗ് മെഷീൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസം കംപ്ലീറ്റ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നുള്ളത്. കുറച്ച് ഓപ്ഷൻ തരുന്നു, ഏതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? കോളാണ് ഓപ്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗൈഡേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചോദിക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സംഭവം. ഓക്കെ, ക്ലിയർ. നൗ അടുത്ത പാർട്ട്, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് പറഞ്ഞത് കോളം. അടുത്ത് വരുന്നത് ക്രോസ് റെയിൽ. ഇത് അവിടെ പറഞ്ഞിട്ടുള്ള ഈ സംഭവം ക്രോസ് സ്ലൈഡ് അല്ലെങ്കിൽ ക്രോസ് റെയിൽ രണ്ടും പറയാം. ക്രോസ് റെയിൽ ഓർ ക്രോസ് സ്ലൈഡ്. ക്രോസ് റെയിൽ ഓർ ക്രോസ് സ്ലൈഡ്, അതാണ് നമ്മുടെ ഏത് വരുന്നത്, തേർഡ് പാർട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ ക്രോസ് സ്ലൈഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, സോ ക്രോസ് സ്ലൈഡ് എവിടെയാണ് വരുന്നത്, എവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, കോളത്തിൻ്റെ ഫ്രണ്ട്. ഓക്കെ, കോളത്തിൻ്റെ സൈഡിൽ ഫ്രണ്ടിൽ നമ്മൾ ഈ ഗൈഡേഴ്സിനെ കണക്ട് ചെയ്തിട്ടാണ് എന്തുള്ളത്, ക്രോസ് സ്ലൈഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രോസ് സ്ലൈഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ പറയുന്നത്. നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് മൗണ്ടഡ്. എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്, മൗണ്ടഡ് ഓൺ ദി ഫ്രണ്ട് സൈഡ് ഓഫ് കോളം. ഫ്രണ്ട് സൈഡ് ഓഫ് കോളം. നിങ്ങൾക്ക് പറയാം, നമ്മൾ ഗൈഡേഴ്സിലാണ് വെച്ചിട്ടുള്ളത്. ഗൈഡേഴ്സ് നമ്മൾ ആ കോളത്തിൻ്റെ തന്നെ ആയിട്ട് കൂട്ടുന്നു. ഓക്കെ, കോളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ഗൈഡേഴ്സിന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്രോസ് ലൈനിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് വെച്ചിട്ടുള്ളത്. അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രോസ് സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡേഴ്സിൽ മൂവ് ചെയ്തിട്ട് ടേബിളിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത കൺട്രോൾമെൻറ്റ് എന്താണ്, അടുത്ത കൺട്രോൾ എന്താണ്, ഈ ടേബിളിൻ്റെ ക്രോസ് ഫീഡ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ട്രാൻസ്വേഴ്സ് മോഷനിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു വീൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് നമ്മൾ അറിയും ക്രോസ് സ്ലൈഡ് ഫീഡ് വീൽ എന്ന് പറയും. ഓക്കെ, ഇത് വെർട്ടിക്കൽ ഫീഡ് ആൻഡ് വീൽ രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിളിനെ താഴോട്ടും അതുപോലെ ടേബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് മോഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നെന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു മൂവ് ടേബിൾ ഇൻ ക്രോസ് ഡയറക്ഷൻ. ടു മൂവ് ടേബിൾ ഇൻ ക്രോസ് ഡയറക്ഷൻ. നിങ്ങൾക്ക് അറിയാലോ എന്താണ് ക്രോസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതാ ഈ ഡയറക്ഷനിൽ ഇതാണ് നിങ്ങളുടെ ടേബിൾ എന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യാണ് ടേബിൾ എന്നുണ്ടെങ്കിൽ ഇതാ അങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് ഡയറക്ഷൻ. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, റാം അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നതോ ഇത് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടു മൂവ് ടേബിൾ ഇൻ ക്രോസ് ഡയറക്ഷൻ. എന്തിനാണ് ടേബിൾ ക്രോസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്, ടു ഗിവ് ഫീഡ്. ഓക്കെ, ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വർക്ക് പീസിന് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് ക്രോസ് സ്ലൈഡിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടു മൂവ് അല്ലെങ്കിൽ ടു മൂവ് ടേബിൾ ഇൻ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ആ സൈഡിലുള്ള ഗൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിനെ അപ്പ് ആൻഡ് മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ക്രോസ് സ്ലൈഡ് ആണ് നിങ്ങൾ ആ ഗൈഡേഴ്സിൽ പിടിച്ച് നിൽക്കുന്നത്. ഒരു സാഡിൽ പോലെ, നമ്മൾ ലേത്തിൽ പറഞ്ഞ പടി നമ്മൾ ചിലപ്പോൾ സാഡിൽ എന്ന് പറയാറുണ്ട്, ബട്ട് ആക്ച്വലി സാഡിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല ഷേപ്പിങ്ങിൽ. ബട്ട് ഒരു സാഡിൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രോസ് സ്ലൈഡ് നിങ്ങൾ ഈ വെർട്ടിക്കൽ സൈഡേഴ്സിൽ പിടിക്കുന്നുണ്ട്. അത് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ താഴോട്ടും മേലോട്ടും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതുപോലെ ഈ ക്രോസ് സ്ലൈഡിൽ യൂസ് ചെയ്യുന്ന ഇത് സ്ക്രൂ ആണ്. ഈ സ്ക്രൂകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, ക്രോസ് ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതെന്ന് പറയുന്നത് ക്രോസ് സ്ലൈഡിൻ്റെ ഫങ്ഷൻസും അതുപോലെ അത് മൗണ്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത്. നമുക്ക് അടുത്ത കമ്പോണൻറ്റ് നോക്കാം. അപ്പോൾ നമ്മളിതുവരെ 3 കമ്പോണൻ്റാണ് പറഞ്ഞത്, ബേസ്, കോളം, അതുപോലെ ക്രോസ് സ്ലൈഡ് അല്ലെങ്കിൽ ക്രോസ് റെയിൽ പറഞ്ഞു. അടുത്താണ് നമ്മൾ പറയുന്നത് ടാബിൾ. ഓക്കെ, സോ ഫോർത്ത് വൺ ടാബിൾ. ടാബിൾ കാര്യമായിട്ടൊന്നും പറയാനില്ല, നമ്മൾ ടാബിളിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. ടാബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ ടേബിളിന് ഏതൊക്കെയാണ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, വേർട്ടിക്കൽ മൂവ്മെൻറ്റ്, വേർട്ടിക്കൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, അതുപോലെ
ക്രോസ് മൂവ്മെന്റ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ക്രോസ് മൂവ്മെന്റ്. ഓക്കെ, സോ ടേബിളിലാണ് നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് വരുന്നുണ്ട്? വെർട്ടിക്കൽ മൂവ്മെന്റ് വരുന്നുണ്ട്, ക്രോസ് മൂവ്മെന്റ് വരുന്നുണ്ട്. ഈ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? നമ്മൾ ടി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും ടേബിളിൽ. ടി സ്ലോട്ട് നമ്മൾ ടോപ്പിലുണ്ടാവും, ടേബിളിൻ്റെ ടോപ്പിലും സൈഡ് വേഴ്സിലും അതുപോലെ എല്ലാ സൈഡിലൊക്കെ എന്ത് കൊടുക്കും? ടി സ്ലോട്ട് കൊടുക്കും. ടി സ്ലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വർക്ക് പീസ് ഹോൾഡ് ചെയ്യാം. വർക്ക് പീസ് അല്ലെങ്കിൽ വർക്ക് പീസ് വെക്കുന്ന വൈസ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ടി സ്ലോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ടേബിളിന് വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്, ക്രോസ് മൂവ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ക്രോസ് മൂവ്മെന്റ് ആണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളെ ഈ മെഷീനിങ് ഓപ്പറേഷനിൽ, ഷേപ്പിംഗ് ഓപ്പറേഷനിൽ ഫീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഷേപ്പിംഗ് ഓപ്പറേഷനിൽ ഫീഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചിട്ട്. എങ്ങനെയാണ്? ടേബിളിൻ്റെ ക്രോസ് മൂവ്മെന്റ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫീഡ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൈൻഡ് സർഫസ് കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ടേബിള് 45 ഡിഗ്രി ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺ ബോത്ത് സൈഡ്. നിങ്ങൾക്ക് ഈ ടേബിൾ, ഇതാണ് ഇപ്പോൾ നമ്മളെ ടേബിൾ എങ്കിൽ ആ ടേബിൾ രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ടൂൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ടേബിൾ വെച്ചിട്ടുള്ളത്. ആ ടൂൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 45 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും? ടേൺ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ടേബിൾ നിങ്ങളൊരു 30 ഡിഗ്രിയിൽ ടേൺ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ ടൂൾ നേരെ വെച്ച് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് 30 ഡിഗ്രിയിലുള്ള ഇൻക്ലൈൻഡ് സർഫസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടേബിൾ രണ്ട് ഇതിലോട്ടും 45 ഡിഗ്രി വരെ, 45 ഡിഗ്രിയിൽ നിന്നല്ല, അപ് ടു 45 ഡിഗ്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ ക്യാൻ ടേൺ അപ് ടു 45 ഡിഗ്രി. രണ്ട് സൈഡിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ടേബിളിൻ്റെ ക്രോസ് മോഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് വെർട്ടിക്കൽ മോഷൻ നമുക്ക് ഈ ഗൈഡ് വേഴ്സ് കിട്ടിയിട്ട് അതിലാണ് വർക്ക് പീസ് വെക്കുന്നത്, എക്സെട്ര. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ടേബിളിൽ പറയാനുള്ളൂ. അടുത്തതാണ് വരുന്നത് റാം. ഒരു ഷേപ്പിംഗ് മെഷീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് റാം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അതാണ് നമ്മളെ മൂവിങ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു മെഷീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ മെഷീനിലെ മൂവിങ് പാർട്ടുകളായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൂവിങ് പാർട്ടിലാണ് ഇത് എറർ കൂടുതൽ വരാനും അതുപോലെ പെട്ടെന്ന് ബ്രേക്ക് ആവാനൊക്കെ ഉള്ള ചാൻസുകൾ വരുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്താണ് 5th പാർട്ട് പറയുന്നതാണ് റാം. ക്ലിയർ? റാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് മൗണ്ടഡ് ഓൺ, എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? കോളത്തിൽ. മൗണ്ടഡ് ഓൺ കോളം. ഓക്കെ, കോളത്തിലാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ റാം എന്ന് പറയുന്നത്, ഈ സംഭവം. ഓക്കെ, ഈ റാം എന്ന് പറയുന്നത് ഈ സംഭവം. ഈ റാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? റാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. റാമിൻ്റെ ഫ്രണ്ടിലാണ് ഏതുള്ളത്? കംപ്ലീറ്റ് വരുന്ന ടൂൾ ഹെഡ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടൂൾ ഹെഡ് ഈസ് ഓൺ ദി ഫ്രണ്ട്, ടൂൾ ഈസ് ഓൺ ദി ഫ്രണ്ട് ഓഫ് ദി റാം. ഓക്കെ, റാമിൻ്റെ ഫ്രണ്ടിലാണ് ഏത് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ടൂൾ ഹെഡ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ടൂൾ ഹെഡ് ഈസ് ഫിക്സഡ്, അല്ലെങ്കിൽ ടൂൾ ഹെഡ് ഈസ് ഓൺ ദി ഫ്രണ്ട് ഓഫ് ദി റാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഇവിടെ എന്താണ് റാമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദാറ്റ് പ്രൊഡ്യൂസസ് ദ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി ടൂൾ. നിങ്ങളെ ടൂളിന് വേണ്ട റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആരാണ് കൊടുക്കുന്നത്? റാമാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അതുവഴി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങളെ ടൂളിന് എന്ത് കിട്ടുന്നു? നിങ്ങളെ ടൂളിനും റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം റാമാണ് നമ്മളെ മെഷീനിൽ എന്തെന്ന് പറയുന്നത്? റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഷേപ്പിംഗ് മെഷീൻ ദ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഈസ്, എന്നിട്ട് കൊടുക്കുന്നു കോളം, റാം, ടൂൾ ഹെഡ് കൊടുക്കാൻ ചാൻസ് ഇല്ല, ടേബിൾ. ഓക്കെ, കാരണം എന്താണ്? റാം റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ ടൂൾ ഹെഡ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഓപ്ഷനിൽ ടൂൾ ഹെഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റാമാണ്. കാരണം റാം റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ടൂൾ ഹെഡ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആര് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങളെ ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്കപ്പോൾ എന്ത് പറയാൻ പറ്റും? നമ്മളൊരു ഷേപ്പിംഗ് മെഷീനിലെ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്ന ആരാണ്? റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് റാമാണ്. നിങ്ങൾ ഏതെന്ന് പറയുന്നത്? റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ബൈ യൂസിങ് റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം ഇൻ കോളം. ബൈ യൂസിങ് റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം ഇൻ കോളം. നിങ്ങൾ കോളത്തിൽ 3 മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസത്തിന് പേര് പറയുന്നുണ്ട്. 3 ടൈപ്പോളം മെക്കാനിസം നമ്മൾ ഷേപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയാം. എനിവേ, നമ്മൾ ഈ ഒരു മെക്കാനിസം റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം നമ്മൾ കോളത്തിൽ യൂസ് ചെയ്തിട്ടുള്ള റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഒരു ഹെവി ഇതായിരിക്കും, റിജിഡ് ആൻഡ് ഹെവി ആയിരിക്കും. കാരണം എന്താ? റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻസും
അതുപോലെ ഫറ്റീഗ് സ്ട്രെങ്ത്തുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇറ്റ്സ് സ്ട്രോങ് ആൻഡ് റിജിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹെവി ആൻഡ് സ്ട്രോങ് ആൻഡ് റിജിഡ് ആയിരിക്കണം ഏതെന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന റാം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ഹെവി ആൻഡ് റിജിഡ് എന്ന് പറയുന്നത്. ദെൻ അതെങ്ങനെയാണത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, എന്തിന്റെ മേലെയാണ് അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? കോളത്തിലാണെന്ന് പറഞ്ഞു. ആ കോളത്തിന്റെ മേലെ എന്തുണ്ട്, ഒരു ഡെവട്ടൈൽ ഗൈഡുവേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ പറയണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഒരു ഡെവട്ടൈൽ ഗൈഡുവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഡെവട്ടൈൽ ഗൈഡുവേഴ്സ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്, അത് ഒരു ഗൈഡുവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോളത്തിന്റെ മേലെ. എന്തുകൊണ്ടാണ് നമ്മൾ ഡെവട്ടൈൽ ഗൈഡുവേഴ്സ് യൂസ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ത്രോ ഓഫ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ടു പ്രിവെന്റ് ഡിറ്റാച്ച്മെന്റ് ഓഫ് റാം ഫ്രം കോളം. ഓക്കെ, ടു പ്രിവെന്റ് ഡിറ്റാച്ച്മെന്റ് ഓഫ് റാം ഫ്രം കോളം. ആ കോളത്തിൽ നിന്ന് റാം എന്ത് ചെയ്യാൻ പാടില്ല, ഡിറ്റാച്ച് ചെയ്ത് പോകാൻ പാടില്ല. അതിനോണ്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഡെവട്ടൈൽ ഗൈഡുവേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാം ഓക്കെ ആണല്ലോ. എന്താണ് റാം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി കോളം. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി റാം ദ ടൂൾ ഹെഡ് ഈസ് പ്ലേസ്ഡ്. Okay, and the shaping operation is occurring during the reciprocating motion of the ram. It is the reciprocating part of the shaper machine. ഒരു ഷേപ്പർ അല്ലെങ്കിൽ ഷേപ്പിംഗ് മെഷീൻ്റെ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, റാം ആണ്. എങ്ങനെയാണ് ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? ബൈ കണക്റ്റിംഗ് ഓർ ബൈ യൂസിങ് ദി റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം ഇൻ ദി കോളം. കോളത്തിലുള്ള റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസത്തിനെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ടു ദ കോളം. കോളത്തിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? ബൈ യൂസിങ് എ ഡോവട്ടൈൽ ഗൈഡുവേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡോവട്ടൈൽ ഗൈഡുവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്? ടു പ്രിവെന്റ് ദി ഡിറ്റാച്ച്മെന്റ് ഓഫ് റാം. ഓക്കെ, ഇത്രയാണ് ഇത് വരുന്നത് റാം എന്ന് പറയുന്ന കമ്പോണൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്ത കമ്പോണന്റ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത കമ്പോണന്റ് ടൂൾ ഹെഡ്. ഫിഗറിൽ അറിയാം, റാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞിടൂ? നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ബേസ് പറഞ്ഞു, കോളം പറഞ്ഞു, ക്രോസ് സ്ലൈഡ് പറഞ്ഞു, ടേബിൾ പറഞ്ഞു. ഓക്കെ, അടുത്തിപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, റാം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ റാം അഡ്ജസ്റ്റ്മെന്റ് നട്ട്, റാം ക്ലാമ്പിംഗ് ഹാൻഡിൽ. അന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് വരച്ചപ്പോൾ അതിൻ്റെ കൂടെ വരച്ചെന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, റാമിന് ഒരു പുഷിലെത്തുമ്പോൾ, ടൂളിൻ്റെ ഒരു പുഷിലെത്തുമ്പോൾ നമുക്ക് അവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കാം. അതുപോലെ റാമിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്പീഡുകൾ ഇതിനൊക്കെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൂൾ ഹെഡ്. ഇപ്പം നമ്മളവിടെ നേരത്തെ കാരേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റ് മെഷീനിൽ നമ്മൾ കാരേജ് പറഞ്ഞു. എന്നിട്ട് ആ കാരേജിൻ്റെ നമ്മൾ എന്തോരും ഓരോ സബ് കമ്പോണൻറ്റുകളും പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഏപ്രോൺ, അതുപോലെ സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്. ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൂൾ ഹെഡിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമുക്ക് എന്തൊക്കെയാണ് പറയാം, ക്ലേപ്പർ ബോക്സ്, ടൂൾ സ്ലൈഡ്, ടൂൾ പോസ്റ്റ്, ടൂള്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്. അതുപോലെ വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ നമ്മൾ എന്തിൽ വരുന്നതാണ്, ടൂൾ ഹെഡിൽ വരുന്നതിൻ്റെ ഓരോ കമ്പോണൻസ് ആണ് ടൂൾ ഹെഡിലുള്ളത്. ഓക്കെ, നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി. കാരേജ് പോലെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് പറയണമെന്നില്ല, കാരണം ഓരോന്നിനും അത്രക്ക് ഫംഗ്ഷൻ വരുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ഫംഗ്ഷൻസേ വരുന്നുള്ളൂ. സോ നമുക്ക് പറയാം അടുത്തത് 6th വൺ എന്ന് പറയുന്നത് ടൂൾ ഹെഡ്. ടൂൾ ഹെഡ്. അപ്പോൾ എന്താണ് ടൂൾ ഹെഡ് എന്ന് പറഞ്ഞാൽ? ടൂൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കമ്പോണൻസ്. നമ്മളെ കട്ടിംഗ് ടൂളും അതിൻ്റെ കറസ്പോണ്ടിങ് ആക്സസറീസ് അല്ലെങ്കിൽ കമ്പോണൻസ് ആണ് ഇതെന്ന് പറയുന്നത് ടൂൾ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ടൂൾ ആൻഡ് CT എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കമ്പോണൻസ്. ഓക്കെ, കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കമ്പോണൻസ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൂൾ ഹെഡ് എന്ന് പറയുന്നത്. നൗ എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? മൗണ്ടഡ് ഓൺ ദി ഫ്രണ്ട് ഓഫ് റാം എഴുതാം, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി റാം എഴുതാം. ഓൺ ദി, മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ, ഫ്രണ്ട് ഓഫ് ദി റാം. റാമിൻ്റെ ഫ്രണ്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സംഭവം നമ്മൾ ടൂൾ ഹെഡ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ടൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ റിമൂവ് ചെയ്യലാണ് ടൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ടൂള് മാത്രമല്ല, വേറെയും കുറച്ച് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൂൾ ഹെഡിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് എന്തുണ്ടാവും, മെറ്റീരിയൽ റിമൂവൽ അല്ലാതെ മാത്രം എന്തുണ്ടാവും, കുറച്ചും കൂടെ ഫംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫംഗ്ഷൻസ്. ഫസ്റ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. എന്താ കട്ടിംഗ് ടൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടു റിമൂവ് മെറ്റീരിയൽ. മെറ്റീരിയൽ റിമൂവലാണ് ഇതെന്ന് പറയുന്നത് കട്ടിംഗ് ടൂളിൻ്റെ. ഓക്കെ, CT എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ടൂളാട്ടോ. CT എന്ന് പറയുന്ന കട്ടിംഗ് ടൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
നമ്മളെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുക, നമ്മളെ സർഫസിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹൊറിസോണ്ടൽ ആകാം, വെർട്ടിക്കൽ ആകാം, ഇൻക്ലൈൻഡ് ആകാം. ഓക്കെ, സോ മെറ്റീരിയൽ റിമൂവ് ചെയ്യലാണ് ആരുടെ ജോബ് എന്ന് പറയുന്നത്? കട്ടിംഗ് ടൂളിന്റെ ജോബ് എന്ന് പറയുന്നത്. നൗ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വരുന്നത്? ടൂൾ പോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് ടൂൾ പോസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ടൂൾ പോസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ടു ഹെൽഡ് കട്ടിംഗ് ടൂൾ റിജിഡ്ലി അല്ലേ? ടൂൾ പോസ്റ്റിന്റെ അടുത്ത ഫംഗ്ഷൻ. അപ്പോൾ അതിൽ ഓരോന്ന് ചെയ്യുന്നത് നമ്മളിവിടെ ടൂൾ പോസ്റ്റ് അല്ല, സോറി, ടൂൾ ഹെഡ്. ടൂൾ ഹെഡിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ടൂൾ ഹെഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഹെൽഡ് കട്ടിംഗ് ടൂൾ റിജിഡ്ലി. കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യുക? റിജിഡായിട്ട് ഹെൽഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടിംഗ് ടൂൾ റിജിഡായിട്ട് ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യുന്നത്? ഇവിടെയുള്ള ടൂൾ പോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേത്ത് മെഷീനിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഹൈ എമൗണ്ട് ഓഫ് വൈബ്രേഷൻസ്, ഹൈ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ടൂൾ എന്ത് ചെയ്യാൻ പാടില്ല? ടൂൾ കിടന്ന് അവിടെ നിന്ന് കളിക്കാൻ പാടില്ല. ടൂൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിജിഡ് ആൻഡ് ഫേം ആയിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എത്ര ഫോഴ്സ് വന്നാലും ടൂൾ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ എന്താൻ പാടില്ല. കാരണം ടൂൾ പൊട്ടിയാൽ നിങ്ങൾ മാറ്റിയിട്ട് വേറെ ടൂൾ വെച്ചാൽ മതി. ബട്ട് ടൂൾ റിജിഡായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ഉദ്ദേശിച്ച പാരാമീറ്റേഴ്സിലായിരിക്കില്ല നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നിങ്ങളെ മെഷീനിങ് വർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഏതൊരു ഓപ്പറേഷനിലും ടൂൾ എന്തായിരിക്കണം? ടൂൾ റിജിഡായിട്ട് വെക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ടൂൾ റിജിഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടൂൾ പോസ്റ്റ് ഇൻ ടൂൾ ഹെഡ്. ഈ ടൂൾ പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ റിജിഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ. ദെൻ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൂൾ പോസ്റ്റിൻ്റെ കേട്ടോ, ടൂൾ ഹെഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് വെർട്ടിക്കൽ. ഞാൻ അത് ഇവിടെ എഴുതാം, കാരണം അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. നമ്മൾ അടുത്ത ഫംഗ്ഷൻ, അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുത്തില്ല. ഈ ഫംഗ്ഷൻസ് വരുന്നത് അടുത്ത് വരുന്നത് ടൂൾ ഹെഡിൻ്റെ തന്നെയാണ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് വെർട്ടിക്കൽ ആൻഡ് ആംഗുലാർ മൂവ്മെന്റ് ടു ദി ടൂൾ. നമ്മളെ ടൂളിന് വേർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ടൂളിന് വേർട്ടിക്കലായിട്ടും അതുപോലെ ടൂളിന് ആംഗുലാർ മൂവ്മെന്റും കൊടുക്കലും ആരെ ഫംഗ്ഷനാണ്? ടൂൾ ഹെഡിന്റെ ജോബാണ് എന്തെന്ന് പറയുന്നത്? ടൂളിന്റെ വെർട്ടിക്കൽ മോഷൻ കൊടുക്കലും ടൂളിന് എന്ത് കൊടുക്കുന്നത്? ആംഗുലാർ സ്വിവൽ അല്ലെങ്കിൽ നമ്മൾ പറയും ആംഗുലാർ മൂവ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുക്കുന്നത് വെർട്ടിക്കൽ നമ്മൾ പറഞ്ഞു ആംഗുലാർ മൂവ്മെന്റ് ആണ്. വെർട്ടിക്കൽ മൂവ്മെന്റ് നമ്മൾ കൊടുക്കുന്നതാ ഈ സംഭവം യൂസ് ചെയ്തിട്ടാണ് ടൂൾ സ്ലൈഡ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൂൾ സ്ലൈഡ് താഴോട്ടും മേലോട്ടും എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ലാർജർ അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും നമ്മൾ എവിടെ ചെയ്യാറില്ല? ടൂൾ ഹെഡിൽ ചെയ്യാറില്ല. അത് നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? ടാബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മൈനർ അഡ്ജസ്റ്റ്മെന്റിനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ടൂൾ ഹെഡിലെ ഈ വെർട്ടിക്കൽ അഡ്ജസ്റ്റിംഗ് ഹാൻഡ് വീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാൻഡ് വീൽ ഇവിടെ ലെഡ് സ്ക്രൂ ആണ്. ആ ലെഡ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൂൾ സ്ലൈഡ് താഴോട്ടും മേലോട്ടും എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഡെപ്ത് ഓഫ് കട്ട് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എങ്ങനെയാണ് നമുക്ക് വെർട്ടിക്കൽ മൂവ്മെന്റ് കിട്ടുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ടൂൾ സ്ലൈഡ് വെർട്ടിക്കലി യൂസിങ് ഹാൻഡ് വീലിനെ എഴുതുന്നു. യൂസിങ് ഹാൻഡ് വീൽ. നമുക്ക് ഈ ടോപ്പിലുള്ള ഹാൻഡ് വീൽ വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൂൾ സ്ലൈഡ്, ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ ടൂൾ സ്ലൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ്മെന്റ് നടത്താം. അത് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ദി ടൂൾ കിട്ടും, ടൂൾ സ്ലൈഡ് നടത്തിയിട്ട്. ഓക്കെ, ഇനി ആംഗുലാർ മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഈ ടൂൾ സ്ലൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റും? ടൂൾ സ്ലൈഡ് ക്യാൻ സ്വിവൽഡ്, SWIVELD, സ്വിവൽഡ് ഇൻടു 60 ഡിഗ്രി. ഓക്കെ, ഈ ടൂൾ സ്ലൈഡിന് എന്ത് പറ്റും? ടൂൾ സ്ലൈഡ് എന്നാണ് ഒരു റെക്ടാങ്കുലർ ഇതുപോലെയാണ്. അവിടെ നിങ്ങൾ ടൂൾ പോസ്റ്റ് വെച്ചിട്ട് അതിൽ ടൂൾ വെച്ചിട്ടില്ലേ? ഈ ടൂൾ സ്ലൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും 60 ഡിഗ്രി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ടേൺ ചെയ്യുമ്പോൾ എന്തും ടേൺ ചെയ്യും. ഇതാ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ടൂൾ നിൽക്കുന്നത്. നിങ്ങൾ ടൂളും ടേൺ ചെയ്യും. ആ ടൂൾ സ്ലൈഡ് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ടേൺ ചെയ്യാം. അതുപോലെ ടൂൾ സ്ലൈഡ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും അതുപോലെ ടൂൾ സ്ലൈഡിന്റെ 60 ഡിഗ്രി ടേണിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടൂളിനെ താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാം മീൻസ് 60 ഡിഗ്രിയിൽ അങ്ങോട്ടും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ടേൺ ചെയ്യാനും പറ്റും. അതായത് നമുക്കൊരു ഇന്റേണൽ സർഫസ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഈ ഇൻക്ലൈൻഡ് സർഫസ് ഒക്കെ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആംഗുലാർ മൂവ്മെന്റ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ ടൂൾ ഹെഡിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡല്ല, നമ്മൾ ഫോർത്ത് ഫംഗ്ഷൻ. ഇനി നമ്പർ നോക്കണ്ട, ഫംഗ്ഷൻസ് നോക്കാം. അടുത്ത നമ്മൾ പറയുന്നതാണ് ഇവിടെ നമ്മൾ പറയാതെ വെച്ചിട്ടുള്ളൊരു സംഭവം. കുറേ പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്, ഞാൻ ടൂൾ ഹെഡ് പറയുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എഴുതിയിട്ട്. ഓക്കെ, നൗ ക്ലാപ്പർ ബോക്സ്. എന്തിനാണ് നമ്മൾ ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. അതിന് മുമ്പ് ഒന്ന് പോയിന്റ് ചെയ്താൽ അവിടെ എന്തിനാണ് ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ടു അവോയ്ഡ് നമുക്ക് എങ്ങനെ പറയാം, ഡ്രാഗിങ്. ടു അവോയ്ഡ് dragging of cutting tool during the backstroke. To avoid the cutting tool during the backstroke of the cutting. During the backstroke of reciprocation. During the backstroke. ബാക്ക്സ്ട്രോക്കിന്റെ സമയത്ത് കട്ടിംഗ് ടൂളിന്റെ ഡ്രാഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്കിതാ ഈ സർഫസ് ആണ് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്നാണ് ഷേപ്പർ മെഷീൻ നോക്കുന്നത്. ഇതാ ഞാൻ ഫോർവേഡ് സ്ട്രോക്ക്, ബാക്ക്വേർഡ് സ്ട്രോക്ക്, ഇത് കുറച്ച് മൂവ് ചെയ്യുന്നു, ഫോർവേഡ് സ്ട്രോക്ക്, ബാക്ക്വേർഡ് സ്ട്രോക്ക്. ഓക്കെ, ഒരു ഷേപ്പിംഗ് മെഷീനിൽ നമ്മൾ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുള്ളൂ. ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, ഇഡിൽ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇഡിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഡിൽ സ്ട്രോക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ കട്ടിംഗ് ഒന്നും നടക്കുന്നില്ല, അപ്പോൾ ബാക്കിലോട്ട് വരുന്ന സംഭവമാണ്. ആ സമയത്ത് എന്ത് പാടില്ല, കട്ടിങ് നടക്കാത്തതുകൊണ്ട് ടൂൾ എന്ത് ചെയ്യാൻ പാടില്ല, ടൂൾ ഫോഴ്സ് ആയിട്ട് നമ്മളെ സർഫസിലൂടെ തിരിച്ചു വരാൻ പാടില്ല. കാരണം ടൂൾ ഫോഴ്സ് ആയിട്ട് തിരിച്ചു വന്നാൽ എന്ത് വരും, നമ്മൾ ഈ ടൂള് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമുള്ള കട്ടിങ്ങിനാണ്. ആ ഡയറക്ഷനിലോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രോബ്ലംസ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ തിരിച്ച് ടൂളിനെ ഫോഴ്സിൽ തന്നെ ആ പാത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ എന്ത് വരും, ആ ടൂളിൻ്റെ ടിപ്പ് ബ്രേക്ക് ചെയ്യാം, വിയർ ചെയ്യാം, എക്സെട്ര, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് വേണം, തിരിച്ചു വരുമ്പോൾ ഡ്രാഗ് ചെയ്യുക. അതായത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഫോഴ്സിൽ വരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരണം, വളരെ കൂളായിട്ട് വരണം. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഫോഴ്സിൽ നിങ്ങൾ ടൂൾ പോരണം, ഇങ്ങോട്ട് വരുമ്പോൾ ടൂൾ എന്ത് ചെയ്യണം, വളരെ കൂളായിട്ട് ഡ്രാഗ് ചെയ്യാതെ മെല്ലെ എന്ത് ചെയ്യണം, നിങ്ങളെ ആ സെയിം പാത്തിലൂടെ തിരിച്ചു വരണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി നമുക്കിങ്ങനെ പറയാം, ക്ലാപ്പർ ബോക്സ് ചെറിയൊരു ഫിഗർ ഞാൻ എടുക്കാം. ഇപ്പോൾ സിമ്പിൾ ഒരു ഫിഗറാണ്. ഇതാണ് നിങ്ങളുടെ ടൂൾ പോസ്റ്റ്, ടൂൾ ഹെഡാണ്, ടൂൾ ഹെഡിലെ ടൂൾ പോസ്റ്റ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ടൂൾ. ഓക്കെ, ഞാൻ കുറച്ച് വലുതാക്കി വരച്ചിട്ടുണ്ട്. ടൂൾ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വർക്ക് പീസ് ഇവിടെയാണ്, നിങ്ങളെ ചിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. വർക്ക് പീസ് ഇങ്ങോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഇങ്ങോട്ടാണ് ആക്ച്വലി നിങ്ങളെ ഫീഡ് കിട്ടുന്നത് അല്ലേ. വർക്ക് പീസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, നിങ്ങൾക്ക് ആ കട്ടിങ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, പീസ് എടുക്കണ്ട, ടൂൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് ഫീഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് ചിപ്പ്, കട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഇവിടെ, ഇത് നമ്മളെ ഫോർവേഡ് സ്ട്രോക്കാണ്. അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് ഫോർവേഡ് സ്ട്രോക്ക്. ഇതാണ് നിങ്ങളെ ക്ലാപ്പർ ബോക്സ്. ഓക്കെ, ക്ലാപ്പർ ബോക്സ്. ഈ ക്ലാപ്പർ ബോക്സ് നിങ്ങളെ ഈ ടൂൾ ഹെഡുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് പിവറ്റഡ് ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു ഇവിടെ ഫേം ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും, ടൂളിന് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇനി ബാക്ക്വേർഡ് വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് വെക്കുന്നത്, ക്ലാപ്പർ ബോക്സ് നിൽക്കുന്നത്. ഇത്ര ഉണ്ടാവില്ല, ഞാനത് മനസ്സിലാൻ വേണ്ടി വരച്ചതാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് വെക്കുന്നത്, ക്ലാപ്പർ ബോക്സ് നിൽക്കുന്ന സംഭവം. ഓക്കെ, സോ നിങ്ങളെ ടൂൾ പോസ്റ്റ് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ടൂൾ പോസ്റ്റ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് വരുന്നത്, ടൂൾ വരുന്നത് വർക്ക് പീസ് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു ഇവിടെ പിവറ്റഡ് ജോയിൻ്റ് ആണ്. ഇതെന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു ഡിസെൻഗേജ്മെൻറ്റ്, ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് വരും, തിരിച്ചങ്ങോട്ടാണ് പോകുന്നത്. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും, ഈ ടൂൾ ഇവിടെ ഇത് ചെയ്യാതെ, നമുക്ക് പറയാം, എന്താ ഡ്രാഗ് ചെയ്യാതെ കൂളായിട്ട് എന്ത് ചെയ്യും, ആ ടൂൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എന്ത് പറയാം, എന്താണ് ക്ലാപ്പർ ബോക്സ് എന്ന് നിങ്ങൾ ആ സംഭവം മനസ്സിലാക്കിയാൽ മതി, ഫിഗർ ഒന്നും വേണമെന്നില്ല. എന്താണ് നമ്മൾ ക്ലാപ്പർ ബോക്സിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ക്ലാപ്പർ ബോക്സ് ഡ്യൂറിങ് ദ ഫോർവേഡ് സ്ട്രോക്ക്. അപ്പോൾ ക്ലാപ്പർ ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് സ്ട്രോക്കിൽ ദൈവമാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് പറയാം, ക്ലാപ്പർ ബോക്സ്. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിങ്ങിൽ എന്താണ്, കീപ്പിംഗ് ദി ടൂൾ
റിജിഡ്. ഫോർവേഡ് സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, ടൂളിനെ റിജിഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ പറയാം, ബാക്ക്വേർഡ് സ്ട്രോക്കിൽ അവോയ്ഡിങ് ടൂൾ ഡ്രാഗിങ്, അല്ലെങ്കിൽ ഡ്രാഗിങ് ഓഫ് ടൂൾ ഡ്രാഗിങ് ഒഴിവാക്കി അതിന് കോൺസിക്വൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, ടൂൾ വിയർ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ടൂൾ വിയർ ക്യാൻ റെഡ്യൂസ് അല്ലെങ്കിൽ അവോയ്ഡ്. ടൂൾ വിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡ്രാഗിങ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ടൂൾ വിയറും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ടൂൾ ഹെഡ് വരുന്നത്. അപ്പോൾ എന്താണ് ടൂൾ ഹെഡ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ടൂൾ ആൻഡ് ദ കറസ്പോണ്ടിങ് ആക്സസറീസ് ദാറ്റ് ഫിറ്റഡ് ഓൺ ഫ്രണ്ട് ഓഫ് ദി റാം. ഓക്കെ, ആൻഡ് ദ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, by using cutting tool you can remove the material. By using the tool slide you can move your tool in vertical direction as well as in angular direction. Okay, and by using the clapper box നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can avoid the dragging of the tool during the backward stroke or during the idle stroke. Backward stroke തന്നെയാണ് idle stroke, ഫോർവേഡ് സ്ട്രോക്കാണ് നമ്മൾ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഇഡിൽ സ്ട്രോക്കിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഒഴിവാക്കാം, ഡ്രാഗിങ് ഒഴിവാക്കാം, അതുവഴി ടൂളിന്റെ വിയർ ഒഴിവാക്കാം. ഏത് യൂസ് ചെയ്തിട്ട്, ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് ഏതെന്ന് പറയുന്നത്, ടൂൾ ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു കമ്പോണന്റിന്റെ ഫങ്ഷൻസ്. അടുത്തത് ഓക്കെ, അടുത്ത് വരുന്നതാണ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, മെയിൻ ആയിട്ടുള്ളതിൻ്റെ കമ്പോണൻസ് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഷേപ്പർ മെക്കാനിസം. എങ്ങനെയാണ് ഷേപ്പർ എന്ത് ചെയ്യുന്നത്, അവർ നമ്മൾ ഇവിടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസം കിട്ടുന്നത്. നമ്മൾ ആ മെക്കാനിസം ഒന്നും പഠിക്കുന്നില്ല, കാരണം അത് കുറച്ച് അനലൈസിംഗ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ആ മെക്കാനിസത്തിൻ്റെ പേര്, ആ മെക്കാനിസം കാരണം നമുക്ക് എന്ത് കിട്ടുന്നു അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫിഗർ എല്ലാവരും വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പാർട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സംഭവം കമ്പോണൻസ് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഫിഗർ നോക്കണം. അതുപോലെ ഫിഗർ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാം എവിടെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം ആ എക്സാമിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഓരോ ഫിഗറും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഷേപ്പർ മെക്കാനിസം. അപ്പോൾ നമ്മളിനി ഷേപ്പർ മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഷേപ്പർ മെക്കാനിസം നോക്കാം നമുക്ക് എങ്ങനെ വരുന്നത് എന്നുള്ളത്. നമ്മളൊരു ഷേപ്പിംഗ് മെഷീനിൽ അല്ലെങ്കിൽ ഷേപ്പറിൽ ടൂൾ എന്താണ്, നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നു. അതെവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ടൂൾ ഹെഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടൂൾ ഹെഡ് എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ റാമിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷേപ്പിംഗ് മെഷീനിലെ ടൂളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ, ടൂളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് വർക്ക് പീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, വർക്ക് പീസിൻ്റെ പൊസിഷൻ എന്താണ്, ദാറ്റ് ഈസ് ഫിക്സഡ് റിജിഡ്ലി ഓൺ ദി വൈസ്. നമ്മൾ വർക്ക് പീസ് ഒക്കെ വെക്കുന്ന സാധനത്തിന് വൈസ് എന്ന് പറയുന്നത്, ആ വൈസ് നിങ്ങൾ എവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഓൺ ദി വർക്ക് ടേബിൾ അല്ലെങ്കിൽ വർക്ക് ടേബിൾ, ഫിക്സ്ഡ് ഓൺ ദി വർക്ക് ടേബിൾ. അപ്പോൾ ഇത് രണ്ടുമാണ് വർക്ക് പീസിൻ്റെ ടൂൾ. ഒരു മെഷീനിങ് ഓപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവമാണ് കട്ടിംഗ് ടൂളും അതുപോലെ വർക്ക് പീസും. അപ്പോൾ ആ കട്ടിംഗ് ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി എന്താണ് നമ്മളെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിത് നമ്മളെ വർക്ക് പീസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വർക്ക് പീസ്. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് നമ്മളെ വർക്ക് പീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് ഒരാൾ തന്നിട്ടുള്ള അസൈൻ ചെയ്തിട്ടുള്ള ജോബ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതും ഫസ്റ്റ് ഇയർ വർക്ക്ഷോപ്പിൽ ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ജോബ് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ എത്രയും ഭാഗം എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് ഒഴിവാക്കണം. ആദ്യം ഇതെന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു, അത് നിങ്ങൾക്ക് എന്താക്കി മാറ്റണം, 8 സെൻറ്റിമീറ്റർ ആയിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആദ്യം നിങ്ങൾക്ക് ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണ്, ഇപ്പോൾ നിങ്ങൾക്ക് അത് എന്താക്കി മാറ്റണം, ഒരു 8 സെൻറ്റിമീറ്റർ. അതായത് 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നിങ്ങൾ ആ ഫേസിൽ നിന്ന് എന്ത് ഒഴിവാക്കണം, മെറ്റീരിയൽസ് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളെ ടേബിളിൽ വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ടൂൾ കൊടുത്ത് നോക്കുന്നു. ടൂൾ വെച്ചിട്ട് 2-3 തവണ ചെയ്യും. ഞാൻ ഫസ്റ്റ് ഡെപ്ത് ഓഫ് കട്ട് ഫസ്റ്റ് ഒറ്റ തവണ ചെയ്ത് തീർന്ന രീതിയിൽ പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ടൂൾ കൊടുത്ത് നോക്കും അല്ലേ. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ടൂൾ വെക്കുക. എത്രയാണ് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്? ഡെപ്ത് ഓഫ് കട്ട് 2 സെന്റിമീറ്റർ കൊടുക്കാം. 2 സെന്റിമീറ്റർ ഒന്നും നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കൂല. നമ്മൾ മില്ലിമീറ്റർ റേഞ്ചുകളിൽ മാത്രമേ ഡെപ്ത് ഓഫ് കട്ട് സാധാരണ കൊടുക്കൂ, അല്ലെങ്കിൽ ടൂൾ പെട്ടെന്ന് ഫെയിൽ ആവും. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് നിങ്ങൾ കൊടുക്കുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇനി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിവിടെ ഡെപ്ത് ഓഫ് കട്ട് 2 സെന്റിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും ഈ പൊസിഷനിൽ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കൊടുക്കും, നിങ്ങൾ നിങ്ങളെ മെഷീൻ ഓൺ ചെയ്യും. ഓക്കെ, മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ ടൂള് ഫോർവേഡ് സ്ട്രോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതേ പാത്തിലൂടെ തന്നെ ആ ടൂൾ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഹാൻഡ് വീൽ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ടേബിൾ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യും. ടേബിൾ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ടൂള് ഈ വർക്ക് പീസ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. വീണ്ടും ഫോർവേഡ് സ്ട്രോക്ക് വരുന്നു, അതേ പാത്തിലൂടെ ബാക്ക്വേർഡ് സ്ട്രോക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു, ടേബിൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോർവേഡ് സ്ട്രോക്ക് ഇങ്ങനെ വരിക സംഭവം. ഒരു ഫോർവേഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ നിങ്ങളെ സൈഡിലോട്ട് നോക്കാം. ഒരു ഫോർവേഡ് സ്ട്രോക്ക്, ബാക്ക്വേർഡ് സ്ട്രോക്ക്, തിരിക്കുന്നു, ടേബിൾ കുറച്ച് മൂവ് ചെയ്യുന്നു. ഒരു ഫോർവേഡ് സ്ട്രോക്ക്, ബാക്ക്വേർഡ് സ്ട്രോക്ക്, തിരിക്കുന്നു, ടേബിൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഒരു ഫോർവേഡ് സ്ട്രോക്ക്, ബാക്ക്വേർഡ് സ്ട്രോക്ക്, ടേബിൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവസാനം നിങ്ങളെ ടൂൾ ഇവിടെ എത്തും. ടൂൾ പുഷ് ചെയ്യുന്ന ടേബിളാണ് മൂവ് ചെയ്യുക. ഞാൻ പിന്നെ ടേബിൾ അങ്ങോട്ട് വരക്കുന്നില്ല, അതിനാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ഇത്രയും ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഷേപ്പിംഗ് ഓപ്പറേഷനിൽ നടക്കുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരാണ് ആ മൂവ്മെൻറ്റ് തരുന്നത്? നമ്മളെ റാം ആണ് എന്ത് കൊടുക്കുന്നത്, റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. ഓക്കെ ആണോ, റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ടു കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിന് റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. അപ്പോൾ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത് എന്താണ്, കട്ടിംഗ് ടൂളിൻ്റെ മൂവ് എന്ന് പറയുന്നത് 2 മോഷനാണ്. ഒന്ന് ഏതാണ്, ഫോർവേഡ് സ്ട്രോക്ക് ആൻഡ് അനദർ വൺ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് സ്ട്രോക്ക്. ഓക്കെ അല്ലെ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, കട്ടിംഗ് ടൂളിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോർവേഡ് സ്ട്രോക്ക്, ഒരു ബാക്ക്വേർഡ് സ്ട്രോക്ക് ആണ്. ക്ലിയർ? അപ്പൊ ഈ നമുക്ക് ഇനി ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഫോർവേഡ് സ്ട്രോക്കിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫോർവേഡ് സ്ട്രോക്കിനാണ് നമ്മളിതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക്, ഏത് സ്ട്രോക്കാണ് കട്ടിംഗ് സ്ട്രോക്ക്, ഏത് സ്ട്രോക്കിലാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ സ്ട്രോക്ക്, സിമ്പിളി മെറ്റീരിയൽ റിമൂവൽ എന്ന് എഴുതുന്നതാണ് മെറ്റീരിയൽ റിമൂവൽ. ബാക്ക്വേർഡ് സ്ട്രോക്കാണ് ഇതെന്ന് പറയുന്നത് നോ മെറ്റീരിയൽ റിമൂവൽ, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന പേര് നോ മെറ്റീരിയൽ റിമൂവൽ, ഓർ നമ്മൾ പറയും ഇഡിൽ സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, നോ മെറ്റീരിയൽ റിമൂവൽ അല്ലെങ്കിൽ നമ്മൾ പറയും ഇഡിൽ സ്ട്രോക്ക് എന്ന് പറയും, ഓർ നമുക്ക് എന്ത് പറയാം, നോ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയാം. നോ കട്ടിംഗ് സ്ട്രോക്ക് ഇങ്ങനെ പറയാം. അതായത് കട്ടിംഗ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇഡിൽ സ്ട്രോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, നോ മെറ്റീരിയൽ റിമൂവൽ സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. നൗ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, കട്ടിംഗ് സ്ട്രോക്കിന്റെ സ്പീഡ് ഈ രണ്ടെണ്ണത്തിലും ഏതിനായിരിക്കും സ്പീഡ് കൂടുതൽ എന്ന് പറയുന്നത്, ബാക്ക്വേർഡ് സ്ട്രോക്കിനായിരിക്കും സ്പീഡ് കൂടുതൽ. ഇതെന്തായിരിക്കും, ലോസ് ഇതായിരിക്കും, സ്പീഡായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയും, സ്ലോ സ്ട്രോക്കാണ് ഏതെന്ന് പറയുന്നത്, ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്തായിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും. എന്തിനാണ് ബാക്ക്വേർഡ് സ്ട്രോക്ക് ഫാസ്റ്റർ ആകുന്നത്? കാരണം എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് സ്ട്രോക്ക് പറഞ്ഞാൽ എന്താണ്, ഇഡിൽ സ്ട്രോക്കാണ്. നമുക്കൊരു ഉപകാരം ബാക്ക്വേർഡ് സ്ട്രോക്കിനെ കൊണ്ടില്ല. പിന്നെ എന്തിനാണ് അത് സ്ലോ ചെയ്താണ് നമ്മൾ നമ്മുടെ ടോട്ടൽ മെഷീനിങ് ടൈം കൂട്ടുന്നത്. നമ്മൾ ഏതൊരു പ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ മെഷീൻ ടൂളാണ് പറയുന്നത്. മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഏതൊരു ഇൻഡസ്ട്രിയുടെയും എയിം എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഇഡിൽ സ്ട്രോക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൂടുതൽ സമയം കൊടുക്കണ്ട. അത് എത്രയും ഫാസ്റ്റിൽ ബാക്കിലോട്ട് പോയി അത്രയും നല്ലത്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ സ്പീഡ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കട്ടിംഗ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, വെറുതെ സ്പീഡ് കൊടുക്കലല്ല വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്ലോ സ്ട്രോക്ക് ആയിരിക്കും, അതായത് എന്തായിരിക്കും, ഹൈ ടൈം ടേക്കൺ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോർ ടൈം ടേക്കൺ ദാൻ ബാക്ക്വേർഡ് സ്ട്രോക്ക്. ഇവിടെ എന്തായിരിക്കും, ലെസ് ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഡിൽ സ്ട്രോക്കിനെ കുറഞ്ഞ സമയമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ഫാസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ എന്തായിരിക്കും, ഹൈ കട്ടിംഗ് ഫോഴ്സ് ആയിരിക്കും. കാരണം എന്താണ്, നിങ്ങൾക്ക് ആ മെറ്റീരിയൽ അങ്ങ് റിമൂവ് ചെയ്ത് എടുക്കണം, ചിപ്പായിട്ട് അങ്ങ് എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം, ഫോർവേഡ് സ്ട്രോക്കിൽ നിങ്ങൾക്ക് എന്ത് വരും, കട്ടിംഗ് ഫോഴ്സ് വരും. ബാക്ക്വേർഡ് സ്ട്രോക്കിലോ നോ കട്ടിംഗ് ഫോഴ്സ് ആയിരിക്കും. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലാപ്പർ ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രാഗിങ് പോലും ഇല്ലാതെ വളരെ കൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൂളിനെ ബാക്ക്വേർഡ് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് വരില്ല, കട്ടിംഗ് ഫോഴ്സ് വരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടണം.
അപ്പോൾ റാമിന് എന്ന് പറഞ്ഞാൽ റാം നമ്മളൊന്നും പ്രോഗ്രാം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കിട്ടണം. എങ്ങനെ കിട്ടണം? നിങ്ങൾ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കണം, ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫാസ്റ്റർ ആയിരിക്കണം. ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഫോർവേഡ് എങ്കിൽ ഫോർവേഡ് സ്ട്രോക്ക് സ്ലോ ആയിരിക്കണം, ബാക്ക്വേർഡ് ഫാസ്റ്റർ ആയിരിക്കണം. ഫോർവേഡ് സ്ലോ ആയിരിക്കണം, ബാക്ക്വേർഡ് ഫാസ്റ്റർ ആയിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് കിട്ടണം. ഒരിക്കലും നിങ്ങളെ കോളത്തിലുള്ള മോട്ടർ അങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക. മോട്ടർ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. നിങ്ങൾ ഏത് സ്പീഡാണോ അസൈൻ ചെയ്തിട്ടുള്ള ആ സ്പീഡിലാണ് നിങ്ങളെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ മോട്ടർ കോൺസ്റ്റന്റ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ കോൺസ്റ്റന്റ് സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടണം? റാം വേരിയബിൾ സ്പീഡിൽ കിട്ടണം. സ്ലോ ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെക്കാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ നമ്മൾ ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന മെക്കാനിക്സാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ മെക്കാനിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, പെട്ടെന്ന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. അപ്പോൾ എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം? മെക്കാനിസം ദാറ്റ് മൂവ്സ് mechanism in which forward stroke moves at slower speed and backward stroke moves faster speed. Okay, forward stroke moves at slower speed and backward stroke moves at faster speed. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ്. പേര് മാത്രം മതി. ഞാൻ പറഞ്ഞ ആ മെക്കാനിസം അത്യാവശ്യം ടഫുള്ളൊരു പോർഷനാണ് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം 3 ടൈപ്പാണുള്ളത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ രണ്ടെന്ന് പറയുന്നത് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. Whitworth quick return mechanism. Second one, crank and slotted link mechanism. Crank and slotted link mechanism. Third one, hydraulic shaper mechanism. Hydraulic shaper mechanism. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിങ്ക് മെക്കാനിസം ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വർക്ക്ഷോപ്പിലൊക്കെ കൂടുതലും വിറ്റ്വർത്ത് അല്ലെങ്കിൽ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് തന്നെ ആയിരിക്കും. രണ്ട് ഏകദേശമൊക്കെ സെയിം ആണ്, കുറച്ച് നമ്മളൊരു ഡിഫറൻസ് ആണ് വരുന്നത്. സോ വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിങ്ക് മെക്കാനിസം ആൻഡ് ഹൈഡ്രോളിക് ഷേപ്പർ മെക്കാനിസം. ഇതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൻ്റെ 3 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് ചോദിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ബൈ യൂസിങ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം റാം ക്യാൻ മൂവ് ഡാഷ് ഇൻ ഫോർവേഡ് സ്ട്രോക്ക് ആൻഡ് ഡാഷ് ഇൻ ബാക്ക്വേർഡ് സ്ട്രോക്ക്. ഫാസ്റ്റ് സ്ലോ, സ്ലോ ഫാസ്റ്റ്, ഫാസ്റ്റ് ഫാസ്റ്റ്, സ്ലോ സ്ലോ. 4 ഓപ്ഷൻ ചോദിക്കാം. അപ്പോൾ എന്താണ്? സ്ലോ ഡ്യൂറിങ് ഫോർവേഡ് സ്ട്രോക്ക് ആൻഡ് ഫാസ്റ്റ് ഡ്യൂറിങ് ബാക്ക്വേർഡ് സ്ട്രോക്ക്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം താഴെ പറയുന്ന ഏത് മെഷീൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്? ലേത്ത് മെഷീൻ, ഷേപ്പർ, ഡ്രില്ലിങ്, മില്ലിങ്. ഏതാണ് ആൻസർ? ഷേപ്പറിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക്. ഓഫ് ദ ഫോളോയിങ് മെക്കാനിസം വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ ദി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇൻ ഷേപ്പർ മെഷീൻ? എന്നിട്ട് പറയുന്നു ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, 4 ബാർ മെക്കാനിസം, 2 ബാർ മെക്കാനിസം, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു മെക്കാനിസം പറയുന്നു. ഏതാണ് നമ്മൾ ഷേപ്പർ മെഷീനിൽ റെസിപ്രോക്കേറ്റിംഗ് മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻ എ ഷേപ്പർ അങ്ങനെ പറയുന്നു, ഇൻ എ ഷേപ്പിംഗ് ഓപ്പറേഷൻ ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ഡാഷ് സ്ട്രോക്ക്. എന്നിട്ട് അവർ ആൻസർ ഫോർവേഡ് സ്ട്രോക്ക് എന്നോ കട്ടിംഗ് സ്ട്രോക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ അത് പല ക്വസ്റ്റ്യൻ അങ്ങോട്ടും ചോദിക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ആ ഡൗട്ട് ക്ലിയർ ചെയ്ത ശേഷം ആ പോയിന്റുകൾ വീണ്ടും ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയാണ് ഷേപ്പറിൽ വരുന്നത്. ഇനി ഷേപ്പ് ഓപ്പറേഷൻ കാര്യമായിട്ട് നമ്മൾ ലെയ്ത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ഫേസിങ് ഓപ്പറേഷൻ അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ വരുന്നില്ല. നമ്മൾ ഷേപ്പർ വെച്ചിട്ട് എന്തൊക്കെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഒരു ഷേപ്പർ വെച്ചിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
operations. Then simple ആയിട്ട് to produce flat surfaces. Already നമ്മൾ പറഞ്ഞതാണ് to produce flat surfaces. ഏതൊക്കെ ടൈപ്പ് ഫ്ലാറ്റ് സർഫസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്. ഓക്കെ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്. പിന്നെ നമ്മൾ സബായിട്ട് സ്ലോട്ട് കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് ഇതാ സ്ലോട്ട് കട്ടിങ്. ഓക്കെ, സ്ലോട്ട് കട്ടിങ്. പക്ഷെ നമ്മൾ സ്ലോട്ട് കട്ടിങ്ങിന് ഏതൊക്കെ പ്രോസസ്സാണ് യൂസ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അതിൽ മില്ലിങ്ങും ഷേപ്പിങ്ങും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലോട്ടർ മെഷീൻ അതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതാണ് സ്ലോട്ടിങ്ങിന് കൊടുക്കേണ്ടത്. ഒരിക്കലും സ്ലോട്ട് നമുക്ക് കട്ട് ചെയ്യാം, പക്ഷേ ബേസിക് ആയിട്ട് അതാണ് ഫ്ലാറ്റ് സർഫസിനെ യൂസ് ചെയ്യുന്നത്. അപ്പം ലെയ്ത്ത്, ഡ്രില്ലിങ്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ അതിൻ്റെ കൂടെ ഷേപ്പിംഗ് കൊണ്ട് നമുക്ക് എന്താ പറയാം, സ്ലോട്ട് കട്ടിങ്ങിന് ഷേപ്പിംഗ് യൂസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് ചോദിക്കും. അതാണ് ഇതെന്ന് പറയുന്നത് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയ്ത്ത് പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷേപ്പിങ്ങും പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഷേപ്പർ മെഷീൻ, എന്താണ് ഷേപ്പിംഗ് ഓപ്പറേഷൻ, ഇതിൽ വരുന്ന കമ്പോണൻസുകൾ ആ ഷേപ്പിംഗ് മെഷീൻ്റെ, അതിനാണ് മിക്കവാറും നിങ്ങൾക്ക് 90% ക്വസ്റ്റ്യൻ ചോദിക്കുക മെഷീനെ ബേസ് ചെയ്തിട്ടേ. കാരണം നമ്മൾ ഓരോ പാർട്സ്, ബേസ്, കോളം, റാം, ടൂൾ ഹെഡ്, ടാബ്ലൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, അതിൻ്റെ ഒരു മെക്കാനിസം, ക്വിക്ക് റിട്ടേൺ മെക്കാനിസം പറഞ്ഞു. ഓക്കെ ആണെന്ന് കരുതുന്നു, ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം, ഡൗട്ടുകൾ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ ക്വസ്റ്റ്യൻസ് ഇനി നമുക്കുള്ളത് അടുത്തത് പ്ലാനാറ്, സ്ലോട്ടിംഗ് മെഷീന്, ഡ്രില്ലിങ്, മില്ലിങ്. അപ്പോൾ ഇതുപോലെ എന്താണ് മെഷീന്. അപ്പോൾ പ്ലാനാറും സ്ലോട്ടിംഗ് ഒക്കെ ഇനി ഒന്നുമില്ല, ഈ ഷേപ്പിംഗ് മെഷീൻ തന്നെയാണ് ഓൾമോസ്റ്റ് സ്ലോട്ടിങ്ങും പ്ലാനാറൊക്കെ. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഒരു കുറഞ്ഞ ഇതിൽ പറയാനേ ഉള്ളൂ. ഇതുപോലെ കമ്പോണൻസ് കംപ്ലീറ്റ് പറയാനൊന്നുമില്ല. എന്താണ് ഷേപ്പിംഗ് മെഷീൻ എന്നുള്ള ഡിഫറൻസ്. സംഭവം പറഞ്ഞാൽ പ്ലാനാറും സ്ലോട്ടിംഗ് മെഷീനും നേരിട്ട് ഒരു ഷേപ്പിംഗ് മെഷീൻ്റെ ഒരു സബ് മെഷീനായിട്ട് പറയാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, എന്താണ് ഷേപ്പർ മെഷീൻ എന്നുള്ള ഡിഫറൻസ്, അത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് മില്ലിംഗ് ആണ്. മില്ലിങ്ങും ഡ്രില്ലിങ്ങും കുറച്ച് പറയാനുണ്ട്. ഇതുപോലെ തന്നെ ലെയ്ത്തിൻ്റെ അത്രയൊന്നുമില്ല, ഇതിനുപോലെ തന്നെ കുറച്ച് പറയാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മെഷീൻ ടൂൾ എന്നുള്ള ആ ടോപ്പിക്ക് തീരും. നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് ഏകദേശം ഒരു 4ഓളം മാർക്ക് ചോദിച്ചിട്ടുള്ള മെഷീൻ ടൂൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കാരണം നമ്മൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതെന്തുള്ളൂ, കൂടുതൽ ക്ലിയർ ആവുള്ളൂ. ഓക്കെ.